ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. ഈ ലോകത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും പ്രാർത്ഥിച്ചാലും നടക്കും, പ്രാർത്ഥിച്ചില്ലെങ്കിലും നടക്കും. പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാകും. 100 പേർക്ക് കോവിഡ് വന്നാൽ 2% എന്നാലും മരിക്കും. അത് പ്രാർത്ഥിക്കുന്നവരെ പെന്തക്കോസ്തുകാരിലും മരിക്കും, പ്രാർത്ഥിക്കാത്തവരെ നിരീശ്വരവാദികളുടെ 2% മരിക്കും. എല്ലാവരും ഞെട്ടിയിരിക്കുമെന്ന് എനിക്കറിയാം. ജോലിക്ക് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പം പ്രാർത്ഥിക്കുന്നവരായ ഒരാൾക്ക് കിട്ടും, പ്രാർത്ഥിക്കാത്തവനും കിട്ടും. പ്രാർത്ഥിക്കാത്തവനും കിട്ടുന്നില്ല. പ്രാർത്ഥിച്ച് പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ദരിദ്രന്മാരാകുന്നതല്ലാതെ പ്രാർത്ഥിക്കാത്തവരെല്ലാം നമ്മുടെ പൈസ അങ്ങനെ അടിച്ചുകൊണ്ട് പോയി ധനവാന്മാരായിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇന്ത്യ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന് വിരോധികളായവരുടെ കയ്യിലാണ് കൂടുതൽ പണം. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ആരോഗ്യമുള്ള മസിൽമാന്മാരെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നേ ഏതെങ്കിലും ഒരെണ്ണം വിശ്വാസിയാണോ? അല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കോമൺ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് പ്രാർത്ഥിക്കാത്തവർക്കും കിട്ടുന്ന, നിരീശ്വരവാദികൾക്കും കിട്ടുന്ന, അംബാനി എത്ര പ്രാവശ്യം അവന്റെ ദൈവത്തെ സ്തുതിച്ചു കാണും. കഴിഞ്ഞ ഒരാഴ്ച കാലം ക്ഷേമമായി നടത്തിയ അവന്റെ ദൈവത്തിന്റെ പേര് പറയാം. അത് ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും പറയാം. അള്ളാഹു കാത്തുരക്ഷിച്ച ഒത്തിരി മുസ്ലിങ്ങൾ ഈ നാട്ടിലുണ്ട്. ഗണപതി കാത്തുരക്ഷിച്ച ഒത്തിരി ഹിന്ദുക്കളുണ്ട്. യേശു കർത്താവ് കാത്തുരക്ഷിച്ച ഒത്തിരി പെന്തക്കോസ്തുകാരുമുണ്ട്. ഇവരാരും ആരെയും വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം ഇവിടെ തന്നെ കണ്ടേനെ. ഇത്രയും പ്രതീക്ഷയില്ലല്ലേ? സാമാന്യ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചർച്ചിൽ വരണ്ട, സ്നാനപ്പെടേണ്ട, ഒന്നും ചെയ്യേണ്ട, ആരാധിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അതൊന്നും ചെയ്യാതെ മിടുക്കന്മാരായ ആരോഗ്യത്തോടെ ജീവിക്കുന്ന, സമ്പത്തോടെ ജീവിക്കുന്ന അനേക ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ അംബാനിയും അദാനിയും ഒന്നും പ്രാർത്ഥിച്ചല്ല അത് നേടിയത്. ഇപ്പം മഴ പെയ്യുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല, മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചത്. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. ഈ ലോകത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും പ്രാർത്ഥിച്ചാലും നടക്കും, പ്രാർത്ഥിച്ചില്ലെങ്കിലും നടക്കും. പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാകും. 100 പേർക്ക് കോവിഡ് വന്നാൽ 2% എന്നാലും മരിക്കും. അത് പ്രാർത്ഥിക്കുന്നവരെ പെന്തക്കോസ്തുകാരിലും മരിക്കും, പ്രാർത്ഥിക്കാത്തവരെ നിരീശ്വരവാദികളുടെ 2% മരിക്കും. എല്ലാവരും ഞെട്ടിയിരിക്കുമെന്ന് എനിക്കറിയാം. ജോലിക്ക് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പം പ്രാർത്ഥിക്കുന്നവരായ ഒരാൾക്ക് കിട്ടും, പ്രാർത്ഥിക്കാത്തവനും കിട്ടും. പ്രാർത്ഥിക്കാത്തവനും കിട്ടുന്നില്ല. പ്രാർത്ഥിച്ച് പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ദരിദ്രന്മാരാകുന്നതല്ലാതെ പ്രാർത്ഥിക്കാത്തവരെല്ലാം നമ്മുടെ പൈസ അങ്ങനെ അടിച്ചുകൊണ്ട് പോയി ധനവാന്മാരായിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇന്ത്യ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന് വിരോധികളായവരുടെ കയ്യിലാണ് കൂടുതൽ പണം. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ആരോഗ്യമുള്ള മസിൽമാന്മാരെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നേ ഏതെങ്കിലും ഒരെണ്ണം വിശ്വാസിയാണോ? അല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കോമൺ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് പ്രാർത്ഥിക്കാത്തവർക്കും കിട്ടുന്ന, നിരീശ്വരവാദികൾക്കും കിട്ടുന്ന, അംബാനി എത്ര പ്രാവശ്യം അവന്റെ ദൈവത്തെ സ്തുതിച്ചു കാണും. കഴിഞ്ഞ ഒരാഴ്ച കാലം ക്ഷേമമായി നടത്തിയ അവന്റെ ദൈവത്തിന്റെ പേര് പറയാം. അത് ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും പറയാം. അള്ളാഹു കാത്തുരക്ഷിച്ച ഒത്തിരി മുസ്ലിങ്ങൾ ഈ നാട്ടിലുണ്ട്. ഗണപതി കാത്തുരക്ഷിച്ച ഒത്തിരി ഹിന്ദുക്കളുണ്ട്. യേശു കർത്താവ് കാത്തുരക്ഷിച്ച ഒത്തിരി പെന്തക്കോസ്തുകാരുമുണ്ട്. ഇവരാരും ആരെയും വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം ഇവിടെ തന്നെ കണ്ടേനെ. ഇത്രയും പ്രതീക്ഷയില്ലല്ലേ? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ബുദ്ധിയോട് ആലോചിക്കുക, വിവേകത്തോടെ ആലോചിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നവരെന്നുള്ള ഒരു വ്യത്യാസവും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നില്ല. മഴ പെയ്യുമ്പോൾ എന്നാൽ പിന്നെ വിശ്വാസികളുടെ തലയെ മാത്രം പെയ്ച്ചേക്കാമെന്ന് കർത്താവ് പറയുന്നില്ല. വെയിലുദിപ്പിക്കുമ്പോൾ എന്നാൽ അവർ കുറേ നേരം മഴ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ? ഇവരുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് മാത്രം മഴ പെയ്യുന്നില്ല എന്ന് ദൈവം തീരുമാനിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നടക്കുമായിരുന്നു നമ്മളെല്ലാം മുതലാളിമാരായി പോയേനെ. നമ്മളെല്ലാം ഭയങ്കര റിച്ച്, ദേശം മുഴുവൻ നമ്മൾ കൈവശമാക്കിയേനെ.
കർത്താവ് നമ്മളോട് ഇറങ്ങി വരുമല്ലേ, പിന്നെന്താ വേണം? ഇന്ന് ഈ ചർച്ചകൾ മുഴുവൻ ആളുകളെ ആകർഷിക്കുന്നത് സംഭവിക്കും, സംഭവിക്കും, നാളെ സംഭവിക്കും, നാളെ കഴിഞ്ഞ് വിടുതൽ, അടുത്ത ആഴ്ച വിടുതൽ, ഇപ്പോൾ ആരാധിക്കും വിടുതൽ എന്ന് പറഞ്ഞു. ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. എൻ്റെ മകൻ 1.25 വയസ്സുള്ളപ്പോൾ ഒരു ഗുരുതരമായ രോഗമുണ്ട്. ഞങ്ങൾ ആന്ധ്രയിലെ മിഷണറിമാരാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തേലും സംഭവിക്കുമോ ഞാൻ ടെൻഷൻ വരില്ലേ. ഇങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ വലിയൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് പോവാം. ആരൊക്കെയോ പൈസയൊക്കെ സംഘടിപ്പിച്ച് തന്നു. അപ്പം ഞാൻ വണ്ടി ഇരുന്ന് ഭയങ്കര ടെൻഷൻ. അപ്പം എന്നെ പല ആൾക്കാർ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾ സുവിശേഷകരല്ലേ, മിഷണറിമാരല്ലേ, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ദൈവം സൗഖ്യത്തോടെ വരുത്തും, ദൈവം സഹായിക്കും. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് തോന്നുന്നില്ല. ദൈവത്തിൻ്റെ സ്വഭാവം എനിക്കറിയാവുന്നതുകൊണ്ട്. കാരണം ഹഡ്സൺ ടൈലറുടെ പിള്ളേരെല്ലാം മരിച്ചതാണ്. വില്യം കേരി എന്ന് പറയുന്ന മിഷണറി പിള്ളേർ മരിച്ച് ഭാര്യയ്ക്ക് ഭ്രാന്തായിപ്പോയി. CT സ്റ്റഡിൻ്റെ ആമ്പിള്ളേരെല്ലാം മരിച്ചു പോയിരുന്നു. ദൈവത്തിന് ഇങ്ങനൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് നമുക്ക് 100% സൗഖ്യത്തോടെ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ എൻ്റെ ടെൻഷൻ? എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാം, അതാണ് പ്രശ്നം. റോബർട്ട് ഷേവർ എന്ന് പറയുന്നൊരു മിഷണറി അമേരിക്കയിൽ നിന്ന് വന്നു, പുനലൂർ വന്നു, ബഥേൽ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് വന്ന സായിപ്പ് മിഷണറി ആയിട്ട് വന്ന ഒരാഴ്ച ജീവിച്ചുള്ളൂ. TB ആയിരുന്നു, മരിച്ചുപോയി. കർത്താവ് വിടുവിച്ചില്ല. എല്ലാവരും പ്രാർത്ഥനയായിരുന്നു, ഒന്നും നടന്നില്ല. ഇതുപോലെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ? കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? തിരിച്ചല്ലേ എല്ലാം കേട്ടിട്ടുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരും വിശ്വസിക്കില്ലാത്ത, ആർക്കും മനസ്സിലാകാത്ത ഒരു പ്രസംഗം എന്ന് പറയാൻ കാരണം, ഈ അനുഗ്രഹങ്ങളെ നമ്മൾ വിളിക്കുന്നത് സാമാന്യ അനുഗ്രഹങ്ങൾ എന്നാണ്. സാമാന്യ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യരെ സംബന്ധിക്കുന്നതാണ്. മനുഷ്യരുടെ നന്മ, മനുഷ്യരുടെ ആരോഗ്യം, മനുഷ്യർക്ക് സമ്പത്തുണ്ടാവുക, മനുഷ്യർക്ക് ദീർഘായുസ് ലഭിക്കുക, ഇങ്ങനെ മനുഷ്യരുടെ രാജ്യം ഭംഗിയായിട്ട് ഓടാൻ വേണ്ടിയുള്ള അനുഗ്രഹങ്ങളെയാണ് നമ്മൾ സാമാന്യ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ സാമാന്യ അനുഗ്രഹങ്ങൾ ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ വരുന്നതല്ല. അത് വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കുന്നവർക്കും ഒരുപോലെ വരുന്നതാണ്. പൈസയുടെ വിനിമയം. എനിക്കൊരു 500 രൂപ വരണമെങ്കിൽ വേറെ ആരുടെയും പോക്കറ്റിൽ നിന്ന് 500 രൂപ പോകണം. ഞാനൊരു ഡോക്ടറായിട്ട് ഇവിടെ ക്ലിനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ രോഗികളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പൈസ കിട്ടുള്ളൂ. അപ്പം ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? കർത്താവ് എനിക്ക് ഇഷ്ടം പോലെ പ്രാക്ടീസ് തരണേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ ചുറ്റും? ഒരു വക്കീലിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ പൈസ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടും. നല്ല വക്കീലിന് പൈസ കിട്ടുള്ളൂ. നമ്മൾ ഈ ലോകത്ത് മുതലാളിയാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? വേറെ ആരുടെയെങ്കിലും പോക്കറ്റിലിരിക്കുന്ന പൈസ നമ്മുടെ അടുത്തോട്ട് വരണം, അല്ലാതെ മുതലാളിയാകാൻ പറ്റില്ല. ദ ഫ്ലോ ഓഫ് മണി ഒഴുകണം, എവിടെന്നെങ്കിലും എങ്ങോട്ടെങ്കിലും ഒഴുകണം. നമ്മുടെ അച്ചായന്മാർ അതിനൊക്കെ ഭയങ്കര സമർത്ഥന്മാർ. ഒരു പൈസ ഒഴുക്കുകയല്ല, എല്ലാം ബാങ്കിൽ വെച്ചിരിക്കും, അതുകൊണ്ട് എങ്ങോട്ടും പൈസ പോകില്ല. അവർ പോയൊരു 1 ലക്ഷം രൂപയുടെ സാരി മേടിക്കുകയാണെങ്കിൽ നല്ലതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ 1 ലക്ഷം രൂപയുടെ സാരി നെയ്തവന് കുറച്ച് കിട്ടും, 5 രൂപ. ആ കടയിൽ എടുത്തു കൊടുക്കുന്നവന് 20 രൂപ കിട്ടും. ആ ബില്ലടിക്കാൻ പോകുന്നതിന് 10 രൂപ കിട്ടും. അടിച്ചു വാരുന്നവനെ കിട്ടും കുറച്ച് 1 രൂപയുടെ പെർസെൻറ്റേജ്. അവിടെ എന്തേലും ഒന്ന് മൂവ് ചെയ്യും, ഒന്ന് അനങ്ങും, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും കൂട്ടി വെക്കാതെ. ഉള്ളവർ ഒന്ന് വിനിമയം നടക്കട്ടെ, കുറച്ച് പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ടും പോട്ടെ, അവരും ജീവിക്കട്ടെ. ഈ മുതലാളിയാവുക എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിമ്പിളായിട്ട്, നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ഒരു ശ്വാസം ഇങ്ങോട്ട് വലിച്ചിട്ട് മറ്റേ ശ്വാസം ഇല്ലെങ്കിൽ ഈ പാടിയതും തുള്ളിയതെല്ലാം വെറുതെ ആയി പോകില്ലേ? ആലോചിച്ചിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞില്ലേ, പല പ്ലാനുകൾ ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നതിനോട് എന്താ കർത്താവ് പറഞ്ഞ്? പ്രാർത്ഥിച്ചില്ല, അവൻ ഇങ്ങനെ പ്ലാൻ ഇട്ടേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ, ഞാൻ ചോദിച്ചാൽ നീ എന്താവും നിന്റെ ഗതി? അന്നേരം ഞാൻ പറയാം, ഞാൻ ദീർഘായുസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അങ്ങനെ എളുപ്പത്തിൽ ഞാൻ പോകത്തില്ല. ഈ കോമൺ അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന ഒരു ഡിസ്പെൻസറി ആണ് ഇന്നത്തെ ചർച്ചുകൾ
മൊത്തം ഈ അനുഗ്രഹങ്ങളാണ്. ഇത് ഞാനൊരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ പോലെ പറയാം. ഞാനും പൗലോസും വിശ്വാസ ജീവിതം നയിച്ച് സ്വർഗത്തിൽ ചെന്നപ്പം കർത്താവ് പൗലോസിനോട് ചോദിച്ചു, പൗലോസ് നീ വിശ്വാസ ജീവിതമാണോ നയിച്ചത്? പൗലോസ് പറഞ്ഞത്, എന്താ നീ വിശ്വസിച്ചത്? ഞാൻ നല്ല പോർവ് ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു ഞാൻ വിശ്വസിച്ചു. കർത്താവ് പറഞ്ഞു, ഓക്കെ, നിനക്ക് നീതിയുടെ കിരീടം ഇരിക്കട്ടെ. അടുത്തത് ചേസ് നീ വിശ്വസിച്ചോടാ? വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? നീ ഓരോ ദിവസവും എന്നെ നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. നടത്തിയോ? നടത്തിയിടുന്നു ദൈവം എന്നെ. ഞാൻ പാട്ടൊക്കെ പാടി നടത്തിയതാ. ദൈവം നടത്തിയതിൻ്റെ നന്ദി പറഞ്ഞതാ. പിന്നെ നീയാണ് എൻ്റെ പിള്ളേർക്ക് ജോലി കൊടുത്തത്. എനിക്കതിനുള്ള നന്ദി ഒരിക്കലും മറക്കത്തില്ല. അവർക്ക് അമേരിക്കയിൽ സെറ്റിൽ ചെയ്തത് നിന്റെ കൃപയാണ്. ഞാൻ വിശ്വസിച്ചു അവരെ നീ കൈവിടുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. അവരെ നീ സെറ്റിൽ ചെയ്തു. ദൈവമേ നിനക്ക് സ്തോത്രം. അപ്പം അത് നടന്നു. വിശ്വസിച്ച കേട്ടോ എല്ലാം നടന്നത്. വിശ്വാസി വന്നേ പിന്നെ ഞാൻ ആശുപത്രി പോയിട്ടില്ല. എൻ്റെ രോഗങ്ങളെല്ലാം നീ സൗഖ്യമാക്കി. അത് വിശ്വാസത്താലായിരുന്നു. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം അതാ. എൻ്റെ കയ്യിലൊരു നയാ പൈസ ഇല്ലായിരുന്നു, നീ എന്നെ നടത്തി. വരാമെന്ന് അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ തട്ടിപ്പോയപ്പോൾ എന്നെ മാത്രം നീ കാത്തു സൂക്ഷിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് അല്പത്തരം വന്നു. എന്നിട്ട് പറയും, ഞാനൊരു വണ്ടി വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നീ എനിക്ക് അതും തന്നു. എനിക്കൊരു വലിയ മിനിസ്ട്രി തന്നു. ഞാൻ ആ മിനിസ്ട്രിയുടെ പ്രധാന പ്രസംഗകനായിരുന്നു. എത്ര പേരെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചെന്നറിയോ? ഇതെല്ലാം വിശ്വാസത്താലായിരുന്നു. കർത്താവ് പറഞ്ഞു, ഓക്കെ ശരി, ബൈ ബൈ, ടാറ്റ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലുള്ള കിരീടം. നീ ചോദിച്ചതെല്ലാം ഭൂമിയിലെ സാധനങ്ങളായിരുന്നു. അതെല്ലാം ഞാൻ നിനക്ക് തന്നു. തീർന്നു, ബൈ ബൈ, ടാറ്റ. ഒരെണ്ണം പോലും സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനുള്ളത് ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റ് എടുത്ത് നോക്കി. സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒരു നീതിയുടെ, വിശുദ്ധിയുടെ, തേജസ്സിൻ്റെയോ, ക്രിസ്തുവിൻ്റെ, നമ്മുടെ അല്ല, ഒരു കരച്ചിലോ ഒരു ദാഹമോ ഒരു ഞരക്കമോ അതിനകത്തുണ്ടോ? എല്ലാം മനുഷ്യരുടെ കാര്യം. പണ്ട് കാലത്ത് തൃശ്ശൂരിൽ കാനാരിമഠം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ചാത്തൻ സേവാ മഠം. എത്ര പേര് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്? കേട്ടിട്ടുണ്ടോ? അതാണ്. മനോരമയിൽ പരസ്യം വരുമായിരുന്നു. നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നമുണ്ടോ, സാമ്പത്തിക പ്രശ്നമുണ്ടോ, കടഭാരമുണ്ടോ, ബിസിനസ് തകർന്നിരിക്കുകയാണോ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നുവോ, സമീപിക്കുക കാനാരി ചാത്തൻ സേവാ മഠം. ഇപ്പൊ അവരുടെ പരസ്യം കാണുന്നില്ല. കാണുന്നുണ്ടോ? അന്ന് സുവിശേഷകര് തെരുവുകളിലൂടെ നടന്ന് കർത്താവ് വരാറായി, രാത്രി വരും, ഏത് സമയത്തും വരും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടൊക്കെയായിരുന്നു. അന്ന് ട്രാക്ടൊക്കെ അടിച്ചു കൊടുക്കുമായിരുന്നു. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അതായിരുന്നു ശുശ്രൂഷകരുടെ പണി. കുറെ കഴിഞ്ഞപ്പോൾ ഈ കാനാരിമഠംകാർ ചെയ്തുകൊണ്ടിരുന്ന പണി ശുശ്രൂഷകർ ഏറ്റെടുത്തു. നിങ്ങൾ ബിസിനസ് തകർച്ചയിലാണോ? നിങ്ങൾ കുടുംബ പ്രശ്നത്താൽ അലയുകയാണോ? നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകാതിരിക്കുകയാണോ? ഇങ്ങോട്ട് പോരെ. കാനാരി ചാത്തൻ സേവമഠമല്ല, ഞങ്ങളുടെ സ്പെഷ്യൽ അഭിഷിക്തൻ തങ്കു ബ്രദർ പ്രാർത്ഥിക്കും. കാനാരിമഠംകാർ പൂട്ടിപ്പോയി. അത്ര ഭയങ്കര അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ഇവിടെ. അവര് സക്സസ് ആയപ്പോഴേക്കും നമ്മുടെ പാസ്റ്റർമാരെല്ലാം തുടങ്ങി, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം. ആളെ പിടിക്കാൻ അത് മാത്രമേ പറ്റുള്ളൂ. എല്ലാവർക്കും വിഷയങ്ങളാണ്. ആദ്യം പഠിച്ച് പാസ്സാവുന്ന വിഷയം, പിന്നെ ജോലി കിട്ടുന്ന വിഷയം, പിന്നെ പറ്റിയ കല്യാണം നടക്കുന്ന വിഷയം, പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൻ്റെ വിഷയം, പിന്നെ കുഞ്ഞുങ്ങൾക്ക് നഴ്സറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ വിഷയം, പിന്നെ അവർ പഠിച്ച് MBBS അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ വിഷയം. വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം. പിന്നെ IELTS പോകാത്തതിൻ്റെ വിഷയം, വിഷയങ്ങളോട് വിഷയം, പിന്നെ അവരുടെ കല്യാണം, അവരുടെ പിള്ളേര്, പിന്നെ വീട് വെക്കല്. ഇങ്ങനെ വിഷയങ്ങൾ ഒരിക്കലും തീരുന്നില്ല സഹോദരങ്ങളെ. തലവേദന മാറുമ്പം വയറുവേദന, വയറുവേദന മാറുമ്പം കാലുവേദന, അത് കഴിയുമ്പോൾ പുറംവേദന. ഇത് മാറണ്ടേ? അപ്പോഴെല്ലാം ഓരോ പ്രവാചകന്മാർ എന്നിട്ട് പറയും, ഇപ്പൊ വിടുതലാണ്. നടക്കൂല. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ഇത്തിരി മുമ്പ് ഞാൻ എങ്ങാണ്ട് കേട്ടു, നല്ല ലോകം, നല്ല കാലം വരാൻ പോകുന്നു. നിങ്ങളുടെ പാട്ടില്ലേ, വരാൻ പോകുന്നു നല്ല കാലം. എന്തോ പറഞ്ഞ ഈ ലോകം നല്ലതാകാൻ പോകുന്ന നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇത് വഷളായി വഷളായി നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ അടുത്ത തലമുറ നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നതാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്?
ഇതെല്ലാം നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി വരെ നശിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വളരെ കുറച്ച് കാലം ഇവിടെ ഉള്ളൂ. ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഏതോ ഒരു ഡയറക്ഷനിലൂടെ പോകുന്ന സഭയെ തിരിച്ച് ഈ ക്രിസ്തുവിന്റെ പ്രത്യാശയിലോട്ട് തിരിക്കാൻ വേണ്ടി ഞാൻ പെടുന്ന പാടി ഈ സ്റ്റേജിൽ നിന്നുണ്ട്. പക്ഷേ ഈ ജനം സമ്മതിക്കില്ല. അവർക്ക് ആ വിശാലമായ വഴിയിലേക്ക് ദൈവം ഇറങ്ങി വരണം. കർത്താവിൻ്റെ ഇടുക്ക് വഴിയിലേക്ക് ഞാൻ പോകത്തില്ല. എൻ്റെ ജീവിതം വലുതാക്കാൻ നീ എൻ്റെ കൂടെ വരണം. അതാണ് നമ്മുടെ റിലീജിയൻ എന്ന് പറയുന്നത്. നമ്മുടെ വർഷിപ്പ് പോലും അതാണ്. ഈ വർഷിപ്പിന് ഉപയോഗിക്കുന്ന പാട്ടുകളും സ്തോത്രവും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ എവിടെയെങ്കിലും യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനായി സ്തോത്രം, എനിക്ക് നിത്യജീവൻ തന്നതിനായിട്ട് സ്തോത്രം എന്നൊരു വാക്ക് നമുക്ക് വരികയില്ല. അത് വരില്ല, വിചാരിച്ചാലും വരില്ല. ഞാൻ രസകരമായി, ഇത് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാതെ, അതിൽ ഒത്തിരി കഥകൾ ഞാൻ പറഞ്ഞേനെ. എന്നാലും ഞാൻ പേരൊന്നും തൊടിയിക്കാതെ പറയാം. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ അവരുടെ വർഷിപ്പ് ടീമിനോട് പറഞ്ഞു, നിങ്ങൾ വർഷിപ്പ് ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറ, അവൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പറ. അവൻ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയത് ഒരു മനുഷ്യനായിട്ട് അവൻ ഈ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു മരിച്ചു പുനരുത്ഥാനം ചെയ്യുന്നുള്ളതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞു വർഷിപ്പ് ടീമിനോട്. അത് ശരിയാകാതെ ഒന്നും ശരിയാവില്ല. അവരെന്നോട് പിറ്റേ ദിവസം വന്ന് പറയാം, ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ വർഷിപ്പ് വരുന്നില്ല. പറ്റത്തില്ല, അവരുടെ വായിൽ വരില്ല. അവർക്ക് അന്യഭാഷ വരണമെങ്കിൽ ഈ വിഷയങ്ങളുടെ നടുവിൽ നിന്നും പറഞ്ഞൊരു ആരവം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അന്യഭാഷ പോലും വരികയില്ല, ആരാധന വരില്ല. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അതൊക്കെ പണ്ട് യാക്കോബ സഭയിൽ ഇരുന്നപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അപ്പോ ഇറച്ചിയൊക്കെ തിന്നതാണ്. ഇപ്പോൾ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ രാജാക്കന്മാരെ പോലെ നടത്തുന്ന ആ അനുഗ്രഹം, നമ്മുടെ രാജ്യത്വം സ്ഥാപിക്കാൻ വേണ്ടി അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹത്തിലാണ് ഇന്ന് ആളുകൾ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പോൾ ഈ കോമൺ അനുഗ്രഹങ്ങൾ മാത്രം പറയുന്ന സഭകൾ അത് ശരിക്കും ക്രിസ്തീയ സഭകളല്ല. കാരണം അവർ ക്രിസ്തുവിന്റെ ക്രൂശിനെ അറിയുന്നില്ല, അതിനെക്കുറിച്ച് അക്നോളജ് ചെയ്യുന്നില്ല. ഇന്ന് പെന്തക്കോസ്ത് ചർച്ചുകളിൽ പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം രണ്ട് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിശയമേ ദൈവത്തിന് സ്നേഹം, അത് പഴയ നല്ല കാര്യം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, യാഹ് നല്ല ഇടയൻ, 2 പാട്ട്. സങ്കീർത്തനം, ദാവീദിനെ കുറിച്ചൊരു പ്രസംഗം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇത് സംഗീത പ്രമാണിക്ക് ദാവീദ് ഇങ്ങനെ എഴുതാണ് അങ്ങനെ എഴുതാണെന്ന് പറഞ്ഞൊരു പ്രസംഗം. അത് കഴിഞ്ഞ് ആൾക്കാർ എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നു, ഇന്നലെ എനിക്ക് തലവേദനയായിരുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യം തന്നു. ഞാൻ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, അപ്പം തന്നെ സൗഖ്യമായി, യേശുവിന് സ്തോത്രം, കർത്താവെ സ്തോത്രം. തലവേദന മാറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചെറിയ പിള്ളേരായിരിക്കുമ്പോൾ നമ്മൾ എന്ന് അപ്പനന്മാർ പറയും ചോക്ലേറ്റ് തരണേ എന്ന് പറയുമ്പോൾ കൊടുക്കും. ഈ പ്രായമായ പിള്ളേർ എന്ന് ചോദിച്ചാൽ കൊടുക്കുമോ? 40 വയസ്സായ പയ്യൻ ചെന്ന് അപ്പനോട് എനിക്ക് 2 ചോക്ലേറ്റ് മേടിച്ചാലോന്ന് ചോദിച്ചാൽ അപ്പൻ സമ്മതിക്കുമോ? പോയി മേടിച്ച് തിന്നടാന്ന് പറയും. ചെറുപ്പത്തിലെ തലവേദന കർത്താവ് എന്ന് പറയുമ്പോൾ സൗഖ്യമാക്കും. കുറച്ചുകൂടെ പ്രായം പറയും, നിനക്ക് ക്രൂശിലെ എന്നെ ഓർത്തിട്ട് ആ തലവേദന ഒന്നും സഹിക്കാൻ പറ്റാത്ത അത്രയും വളർച്ച പോലും നിനക്ക് ഇല്ലടാന്ന് ചോദിക്കില്ലേ? ഒരു ചെറിയ വേദനയ്ക്ക് പോലും കർത്താവിന് കൂടെ പങ്കാളിയാൻ പറ്റത്തില്ല. നമ്മൾ എന്നും ശിശുക്കൾ, എന്നും നിലവിളിക്കുന്നവർ, എന്നും നാളെ വിടുതൽ വിടുതൽ എന്ന് പറഞ്ഞു നടക്കുന്നവർ, എങ്ങനെയാണ് നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നത്? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും ആരും പറയുന്നില്ല. ഇപ്പൊ സങ്കീർത്തനം കഴിഞ്ഞു, സാക്ഷ്യം കഴിഞ്ഞു. സാക്ഷ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസംഗനെ പ്രസംഗിക്കാൻ വിളിക്കും. ആ പുള്ളി ചിലപ്പോൾ മോശയെ കുറിച്ചായിരിക്കും പറയുന്നത്, അല്ലെ ദാവീദിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ സെരുബ്ബാബേൽ ആലയം പണിയുന്നതിനെ കുറിച്ചായിരിക്കും. പ്രസംഗം തീർന്നു, നമ്മളെല്ലാം വീട്ടിൽ പോയി. അപ്പൊ കൂടെ 2 യഹൂദന്മാർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ അതിൽ വന്നിരിപ്പുണ്ടായിരുന്നു. തിരിച്ചു വന്നേരത്ത് ഒരു യഹൂദൻ വേറൊരു യഹൂദനോട് പറയും, എടാ എന്തിനാടാ നമ്മൾ ഈ സിനഗോഗിലൊക്കെ പോകുന്നത്, നമുക്ക് ഇവരുടെ പള്ളിയിൽ കൂടിയാ പോരെ? അപ്പൊ മറ്റു ചോദിക്കും, എടാ ഇത് പെന്തക്കോസ്ത് പള്ളിയാണ്, ഇവിടെ കൂടാൻ പറ്റത്തില്ല, ഇത് മഹാ തീവ്രവാദി ക്രിസ്ത്യാനികളാണ്. അപ്പൊ മറ്റവൻ പറയും, എടാ നീ രാവിലെ തൊട്ട് ശ്രദ്ധിച്ചില്ല, യഹോവ ദൈവമാ വിശുദ്ധ ജാതി നമ്മളല്ലേ? ആ ശരിയാണല്ലോ. യാഹ് നല്ല ഇടയൻ, നമ്മുടെ സങ്കീർത്തനല്ലേ 23. അതെ. പിന്നെ ദാവീദിനെ കുറിച്ച് പ്രസംഗം ചെയ്തില്ലേ? ദാവീദ് മട്ടുപ്പാവിലോ നടന്നതും വീണതും എഴുന്നേറ്റതും ഒക്കെ കേട്ടില്ലേ? അതെ, അതെല്ലാം നമ്മുടെ ഭാഗമല്ലേ? അതെ. പിന്നെ അവസാനം സെരുബ്ബാബേൽ ആലയം പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ നീ കേട്ടായിരുന്നോ? അത് കേട്ടു. എവിടെയെങ്കിലും യേശു ക്രിസ്തു ഒരു വാക്ക് അവർ പറഞ്ഞോ? ഇല്ല. പിന്നെ നമ്മൾ ഒരാളല്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് സിനഗോഗിൽ പോകുന്നത്?
വണ്ടിക്കൂലി മുടക്കേണ്ട അടുത്ത് പെന്തക്കോസ്തിലോട്ട് കയറിയാൽ മതി. എക്സാക്ട്ലി അന്നത്തെ കാലത്ത് സിനഗോഗിൽ വർഷിപ്പ് എങ്ങനെ നടന്നോ അതേ പരിപാടിയാണ്. ക്രിസ്തു ഇല്ല, ഇറ്റ്സ് നോ ക്രൈസ്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നത്തെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് പറയാനും പറ്റില്ലെന്നുള്ളത്. ഇപ്പം ഈ ഒരു പ്രവാചകൻ വന്നെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് സിനാരിയോ അറിയാമെന്ന് അറിയത്തില്ല. ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ പുള്ളി സ്റ്റേജിൽ നിന്ന് യേശു ക്രിസ്തു എന്നൊക്കെ പറയും. പക്ഷേ ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇടയിലൂടെ ഇറങ്ങിയൊരു നടപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെ. ആ സമയത്ത് അവരുടെ വായിൽ യേശു ക്രിസ്തു എന്നോ ക്രൂശ് എന്നോ ഒന്നും വരികയില്ല. തണുത്തുറഞ്ഞു കിടക്കുന്ന മഞ്ഞ് നിറഞ്ഞ പ്രദേശം മാത്രമേ വരുള്ളൂ. ബിക്കോസ് ദേ ആർ ലെഡ് ബൈ അനദർ സ്പിരിറ്റ്. അവർക്ക് യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാൻ പറ്റാത്ത ഒരാത്മാവിനാൽ, യേശു ക്രിസ്തുവിനെ ഏറ്റുപറയാൻ പറ്റാത്ത ഒരാത്മാവിനാൽ ഇന്നത്തെ സഭകളും വർഷിപ്പ് ടീമുകളും പ്രസംഗകരും നിറഞ്ഞിരിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ. ഈ ട്രഡീഷണൽ ചർച്ചുകളിൽ നിന്നൊക്കെ ഇറങ്ങി, അത് ട്രഡീഷണൽ ചർച്ചിൻ്റെ ഞാനിപ്പോൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല. അതാണ്, വി ആർ നോട്ട് ഗെറ്റിംഗ് ക്രൈസ്റ്റ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ വന്നു, കാനഡയിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ സാക്ഷി ഒന്ന് ഞങ്ങൾ മിക്കവാറും യൂട്യൂബിലിടും. അദ്ദേഹം 17 വർഷമായിട്ട് ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായി ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. 17-ാം വർഷമാണ് മനസ്സിലായത് യേശു ക്രിസ്തു പാപങ്ങളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിച്ചതെന്ന്. 16 വർഷവും ഇന്ന് വിടുതൽ നാളെ വിടുതൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി കാനഡയിൽ പുള്ളിയുടെ ചർച്ചിലോട്ട് ചെന്നിട്ട് ജനുവരി 31-ാം തീയതി നോക്കിയപ്പോൾ എല്ലാവരും കഴിഞ്ഞ വർഷം ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാം. ഒരു കുഞ്ഞു കൊച്ചു മാത്രമാണ് യേശു ക്രിസ്തു എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. ആ ദിവസം പുള്ളി ഇത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു ക്രിസ്തു എന്ന് ആരെങ്കിലും പറയുമോ? ആണ്ടർ ദി മീറ്റിങ്ങിന്റെ അവസാനം ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞപ്പം ആ കൊച്ച് പറഞ്ഞു, യേശു ക്രിസ്തു ദൈവത്തിന്റെ സ്വരൂപം, ഇമേജ് ആണ് എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയതുകൊണ്ട് മാത്രം യേശു ക്രിസ്തു എന്നൊരു വാക്ക് അവിടെ ഉണ്ടായി. അല്ലെങ്കിൽ ആ സഭയിൽ യേശു ക്രിസ്തു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പുള്ളി എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് നന്ദി പറയുന്നത്? ക്രിസ്തു എവിടെയാണ്? യേശു ക്രിസ്തു രക്ഷിച്ചു എന്നുള്ള കഥ തന്നെ നമ്മൾ മറന്നുപോയോ? അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ശത്രുവായി. ഇപ്പൊ അയാളെ സഭ വിട്ട് പോകേണ്ട അവസ്ഥയായി. പുള്ളി പറഞ്ഞ ഈ നാടിൽ നിന്ന് വിടുവന്നു, വേറൊരു സ്ഥലത്തോട്ട് ഒരു സ്ഥലം മാറിപ്പോകാൻ തീരുമാനിച്ചു. ചർച്ച ഒറ്റപ്പെടുത്തി. നിങ്ങൾക്ക് എന്തോ കുഴപ്പം പിടിച്ചാന്ന് പറഞ്ഞു. ദ നെയിം ക്രൈസ്റ്റ് ഇറ്റ് സെൽഫ്, ആ വേർഡ് തന്നെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കും. ഇപ്പം വിശ്വാസികളെ, യാക്കോബക്കാരും കത്തോലിക്കരൊക്കെ പണ്ടേ വിട്ടതാ കർത്താവിനെ. വിട്ടിട്ട് വർഷങ്ങളും നൂറ്റാണ്ടുകളായതാ. അവർക്ക് പിന്നെ വഴിയിൽ പോലും ഒരു നോട്ടമില്ല. പെന്തക്കോസ്തുകാര് ആകെ ഉണ്ടായിട്ട് 150 വർഷം പോലും ആയിട്ടില്ല. പക്ഷെ അവരും വളരെ വേഗം ക്രിസ്തുവിനെ ഒഴിവാക്കാനുള്ള തന്ത്രങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇന്ന് കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസത്തിന്റെ ഉപദേശം നമ്മൾ പ്രാപിച്ചാൽ ആ ഉപദേശത്തിന് വേണ്ടി നിൽക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്നലെ ഞാൻ പ്രസംഗിച്ച വല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, 80% അത് നിങ്ങൾ ഓൾറെഡി മറന്നു കഴിഞ്ഞു. ഇത് 20% ബാക്കിയുള്ളൂ. ആ 20% അടുത്ത ഞായറാഴ്ച ആകുമ്പോഴേക്കും മറന്നിരിക്കും. ഈ ഭാഗം ഒരുത്തർക്കും മനസ്സിലാവില്ല. ഞാനത് ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ച 4-5 വർഷം പ്രസംഗിച്ചപ്പോഴാണ് ഒരുവിധം ബോധം അതിനെക്കുറിച്ച് ഉണ്ടായത്. നിസാര കാര്യമുള്ളൂ. എന്താ നമ്മൾ ഇന്നലെ പറഞ്ഞത്? ദൈവത്തിന്റെ നീതി, ഉയരത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ നീതി ഇല്ല പ്രമാണങ്ങളെല്ലാം ഒരു സൂചി കുഴലിലൂടെ കിടക്കുന്ന പോലെയാണ്, മനുഷ്യരാൽ അസാധ്യമാണ്. എന്നാൽ ഈ മനുഷ്യരാൽ അസാധ്യമായ പ്രമാണം അനുസരിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം കർത്താവ് പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നോക്കിയാൽ 500 കിലോ ഉള്ളൊരു കല്ല് നിങ്ങളുടെ മുമ്പ് വെച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് ആർക്കും ഇത് എടുക്കാൻ പറ്റില്ല, ഇത് എടുത്താൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ നിങ്ങളുടെ മുമ്പിലുള്ള വഴി? 500 കിലോ ഉള്ള ഒരു കല്ല് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടാനും പറ്റുന്ന ഒരേ ഒരു ഡോറിന് മുമ്പിൽ 500 കിലോ വെയിറ്റ് ഉള്ള ഒരു കല്ലിരിക്കുന്നു. നിങ്ങളോട് പറയാണ്, ഈ കല്ലെടുത്ത് മാറ്റാതെ ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. 500 കിലോയാണ്. അത് പിടിക്കാൻ ഒരു ഹുക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? മനുഷ്യന്റെ എല്ലാ പ്രശംസയും പോയില്ലേ? നേരത്തെ 20 കിലോയൊക്കെ തൂക്കിയെടുത്ത് മാറ്റിവെച്ച മസിൽമാൻ അപ്പുറത്തുണ്ട്.
50 കിലോ എടുത്ത് മാറ്റി വെച്ചിട്ട് 20 കിലോക്കാരനെ അഹങ്കാരത്തോടെ നോക്കിയവൻ ഇപ്പുറത്തിരിപ്പുണ്ട്. പക്ഷെ 500 കിലോ വന്നപ്പം എല്ലാ മനുഷ്യരും വായടഞ്ഞു പോയി. കാരണം എല്ലാവരും നിസ്സഹായരായി മാറി. ഇതാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി, അനുസരിക്കാൻ പറ്റാത്തവരായി, പാപികളായി, സകല നാവും ദൈവം അടച്ചു കളഞ്ഞു. ഗലാത്യർ 3:21 വായിച്ചേ. ഗലാത്യർ 3:21. ഗലാത്യർ 3:21. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? അപ്പൊ ന്യായപ്രമാണം കൊണ്ട് ഒരു രക്ഷയില്ല നമ്മൾ പറഞ്ഞു. ന്യായപ്രമാണം എത്ര അനുസരിച്ചാലും നീതിമാൻ ഉണ്ടാകുന്നില്ല. പ്രമാണം അനുസരിക്കപ്പെടുന്നുണ്ട്, പക്ഷെ നീതിമാൻ ഉണ്ടാകുന്നില്ല. ഞാൻ ഇന്നലെ അത് കാണിച്ചു തന്നായിരുന്നു. നമ്മൾ കൽപ്പനകൾ അനുസരിച്ചു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ നീതിമാനാകുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് 10% ദശാംശം ഇടുന്ന ഒരാൾ നീതിമാനായോ? ആയില്ല. ഒരു നീതി പ്രവൃത്തിയോടെ നടന്നു, പക്ഷെ നീതിമാനായില്ല. അതിന് ഉദാഹരണം പറയാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ക്യാമറ കാരണം ഉദാഹരണം പറയുന്നില്ല. എങ്കിലും ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, 25,000 രൂപയുടെ ദശാംശം എന്ന് പറഞ്ഞാൽ 2,500 രൂപ തന്നെ അല്ലേ പാസ്റ്റർ? ഞാൻ പറഞ്ഞതെ 5 വർഷമായിട്ട് ഞാൻ കൃത്യമായിട്ട് ദശാംശം അടയ്ക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഒരു പണിയും നടക്കുന്നില്ല. അയാൾ നീതിമാനായി മാറിയോ? നീതിമാനായി മാറിയില്ല. കാരണം അയാൾ അനുഗ്രഹം കിട്ടുമെന്നുള്ള മോഹത്തിലാണ് ഈ ദശാംശം അടയ്ക്കുന്നത്. അല്ലെങ്കിൽ ഉള്ള ബിസിനസ് പൊട്ടുകുമോ എന്നുള്ള പേടിയിലാണ് ഇത് അടയ്ക്കുന്നത്. അമർത്തി കുലുക്കി കവിയുന്ന ഒരു പങ്ക് കിട്ടുമെന്നുള്ള അത്യാഗ്രഹത്തിലാണ് ഇത് കൊണ്ടിടുന്നത്, സ്നേഹത്തിലല്ല. ഈ സ്നേഹം എന്ന് പറയുന്ന ദൈവിക പ്രമാണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ നമുക്കൊട്ട് കഴിയുകയുമില്ല. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്കായി അപേക്ഷിച്ചു പറഞ്ഞപ്പം പത്രോസ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. പറഞ്ഞില്ല, അതായിരുന്നു ഉള്ള മനസ്സിലിരിപ്പ്. അതിൻ്റെ ആവശ്യമില്ല. ഈ തോമായ പോലൊന്നുമല്ല ഞാൻ വളരെ സ്ട്രോങ് ആണ്. നീ മരിക്കുവാണെങ്കിൽ നിന്റെ കൂടെ മരിക്കാനും, നീ തടവിലായി പോവാണെങ്കിൽ നിന്റെ കൂടെ തടവിലാകാനും റെഡിയായിരിക്കുന്ന വളരെ വിശ്വസ്തനും ആത്മാർത്ഥതയുള്ളവനും ഉയർത്തി നിന്ന് വെളിപ്പാട് കിട്ടിയവനും, ഇടയ്ക്ക് സാത്താനെന്ന് വിളിച്ച കാര്യം പുള്ളി പറയുന്നില്ലായിരിക്കാം, ഇതെല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിന്റെ കൂടെ മരിക്കാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പെൺകുട്ടി വന്ന് അവനോട് സംസാരിച്ച്, നീ ആ ഗലീലക്കാരൻ്റെ കൂടെ നടക്കുന്ന കണ്ടതാണല്ലോ എന്ന് പറഞ്ഞപ്പം ഇവൻ പറയാണ്, ഏത് ഗലീലക്കാരൻ? ഇവിടെ ആണയിട്ട് പ്രാഗി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വല്ലവനും ഒക്കെ വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് അതൊക്കെ എൻ്റെ തല്ലോട്ടാണ് വരുന്നത്. ഇങ്ങനെയായിരിക്കും പ്രാഗി. എന്താ പ്രാഗി എന്ന് അവർ എഴുതിയിട്ടില്ല. അവരുടെ വിശ്വാസം പോയ പോക്ക്. കർത്താവ് പറഞ്ഞ, നേരം വെളുക്കുന്നതിന് മുമ്പ് നീ എന്നെ, വലിയ കപ്പാസിറ്റി ഉള്ള ശീമോനെ, നേരം വെളുക്കുന്നതിന് മുമ്പ്, അതായത് കോഴി കൂന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറഞ്ഞു. എന്നിട്ട് അവസാനം കർത്താവിനെ ഗന്നസര തടാകത്തിന്റെ തീരത്തിട്ട് പിടിക്കുകയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉത്തരം എന്താ? ഉവെന്നല്ല, ഇല്ലാന്നാ. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം എങ്ങനെയെന്നറിയോ? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന്റെ ഉത്തരം പത്രോസ് പറയുന്നത്, ഉവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്നാണ്. ഈ പ്രിയം എന്ന് പറയുന്ന സാധനവും സ്നേഹവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് പ്രിയമുണ്ടോ? ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷെ സ്നേഹം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ പ്രിയം എന്ന് പറഞ്ഞ ഉദാഹരണത്തിന്, ഓക്കെ, എന്താ ഒരു എക്സാമ്പിൾ പറയുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിന് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടം. അതിനോട് സ്നേഹമുണ്ടോ? ഇഷ്ടവും സ്നേഹവും രണ്ടും രണ്ടാ. നമുക്ക് ഒത്തിരി പേരെ ഇഷ്ടമാണ്. സിനിമാ നടന്മാരെ ഇഷ്ടമുള്ള പിള്ളേരുണ്ട്, ക്രിക്കറ്റ് താരങ്ങളെ ഇഷ്ടമുള്ള പിള്ളേരുണ്ട്. ഇഷ്ടമാണ്, അതൊക്കെ സ്നേഹമാണോ? മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുന്നതാണ് സ്നേഹം. കർത്താവ് ചോദിച്ചതാ, നീ എനിക്ക് വേണ്ടി ഇപ്പോഴും തടവിൽ പോകാനും മരിക്കാനും ഒക്കെ തയ്യാറാണോ പത്രോസേ? അപ്പൊ പത്രോസ് പറയും, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് പിന്നെയും ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അപ്പം പറയാ, ഇഷ്ടമാണ് കർത്താവ്, അത്രേ പറയാൻ എനിക്കൊണ്ട് പറ്റുന്നുള്ളൂ. നേരത്തെ ആ സ്നേഹമാ, മരിക്കാൻ വരും, ജയിലിൽ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിയത് എനിക്ക് അറിയാം. അതുകൊണ്ട് അത്രയും പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ പ്രിയമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവസാനം മൂന്നാമത് കർത്താവ് ചോദിക്കുന്നത് എന്നറിയോ? യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. അന്നേരം അവൻ കരയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് എത്ര ശ്രമിച്ചാലും പത്രോസിൻ്റെ ഉള്ളിൽ നീ സ്നേഹം വരികയില്ല. അത് ആത്മാവിൻ്റെ ഫലമായി മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. യഥാർത്ഥ അഗപ്പെ, ദൈവസ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന് സൃഷ്ടിക്കാൻ പറ്റുന്ന ഹോർമോൺ കൊണ്ടോ ചിന്ത കൊണ്ടോ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
ഇപ്പം ഭർത്താവിനോട് പറയാം മര്യാദയ്ക്ക് നീ ഭാര്യയെ സ്നേഹിച്ചോണെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് എങ്ങനെ സ്നേഹിക്കും? സ്നേഹം വരണ്ടേ? സ്നേഹം വരാതെ സ്നേഹിക്കാൻ പറ്റും? പിന്നെ അഭിനയിക്കാം, ഹലോ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞു. എത്ര നേരം അഭിനയിക്കുക? 5 മിനിറ്റ് കഴിയുമ്പോൾ അഭിനയമൊക്കെ തീരും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഈ സ്നേഹം ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ആത്മാവിൽ നിന്ന് വരണം. ആത്മാവിൽ നിന്ന് വരാതെ ആർക്കും ദൈവത്തെ അനുസരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും മനുഷ്യ നീതിയിലേക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ പത്രോസ് അത് മനസ്സിലാക്കി. അതുകൊണ്ട് പത്രോസ് വലിയ അഹങ്കാരത്തിനൊന്നും പോയില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞു. എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുമല്ലോ എന്ന് പറഞ്ഞ് കരയോ ചെയ്തത്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇപ്പം നിനക്ക് പ്രിയമേ ഉള്ളൂ, പക്ഷെ നീ പ്രായമാകുമ്പോൾ വേറൊരുത്തൻ വന്ന് നിന്നെ അരക്കെട്ടി നിന്നെ കൊണ്ടുപോകുമ്പോൾ നീ എനിക്ക് വേണ്ടി മരിക്കാൻ മാത്രമുള്ള സ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ നീ മരണം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഈ സാധനമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇതൊരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അത് ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 1:30 പറയുകയാണ്, അവനാൽ നാം ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീതി എന്ന് പറയുന്നത് വ്യവസ്ഥകളല്ല, ന്യായപ്രമാണമല്ല, ക്രിസ്തു തന്നെയാണ്. അതിൽ കുറഞ്ഞൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് വെള്ള തൊപ്പി വയ്ക്കുന്നതും വെള്ള മാസ്ക് വയ്ക്കുന്നതും ഒന്നുമല്ല. നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു നമ്മിൽ വസിക്കുന്നതാണ് നമ്മുടെ വിശുദ്ധി. ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്കുണ്ടായി വരുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തോന്നുന്ന അംബാനിയുടെ സ്വഭാവം ഉണ്ടായി വരുന്നതാണോ ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടായി വരുന്നതാണോ? ഏതാ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? അംബാനിയുടെ പൈസയും ക്രിസ്തുവിന്റെ സ്വഭാവവും ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ ആരെ കൊണ്ടും. പ്രിയ സഹോദരങ്ങളെ, പൈസ വരുന്നതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ ഒരാളാണ് ഞാൻ. ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഒത്തിരി നാൾ അറിഞ്ഞിട്ടുണ്ട്. ഇത്തിരി പൈസ വന്നപ്പോഴാണ് മനസ്സിലായി ഇത് കൊടുക്കാൻ എന്ത് പാടാണ്. കർത്താവ് മുട്ടുകുത്തിച്ചാ കൊടുപ്പിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ മരിക്കാതെ ജയിക്കാൻ പറ്റത്തില്ല, പൈസയെ ജയിക്കാൻ പറ്റത്തില്ല. ഞാൻ പണ്ട് കർത്താവിനോട് പറഞ്ഞായിരുന്നു, കർത്താവ് മരിക്കുമ്പോൾ എൻ്റെ പേരിൽ അസറ്റും ഡിപ്പോസിറ്റും വീടും ഒന്നും ഉണ്ടാകരുത്. അത് അങ്ങനെ തന്നെ നിലനിർത്താൻ ഞാൻ പാടുപെടുകയാണ്. പൈസ ഇല്ലായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. വന്നു കഴിയുമ്പം ഇരിക്കട്ടെ, അടുത്ത മാസം കിട്ടിയില്ലെങ്കിലോ കയ്യിലൊന്നും വന്നില്ലെങ്കിലോ എന്നൊരു ചിന്ത വരും. എന്തു പാടാന്നറിയോ? പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങിയാലാണ് അത് ക്ലിയർ ആയിട്ട് നിർത്താൻ പറ്റുന്നത്. ബാലൻസ് ഇല്ലാതെ, ബാലൻസോ ഡിപ്പോസിറ്റോ ഇല്ലാതെ ഒരു ലൈഫ് മുമ്പോട്ട് പോകണമെങ്കിൽ, കാരണം ഈ പൈസ വരുന്തോറും നമുക്ക് ഇതിനോട് ഇഷ്ടം കൂടി വരും. ഇതൊരു പ്രത്യേക ചക്രവ്യൂഹമാണ് ഈ പണം എന്ന് പറയുന്ന സാധനം. ഞാൻ പണ്ട് ആ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അന്നുള്ളവരല്ല ഇന്നുള്ളതെന്ന് തോന്നുന്നു. അല്ല, ഒന്ന് പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ പ്രസംഗം എൻ്റെ മറന്നു പോകുന്നുണ്ട്. എനിക്ക് അതേ പ്രസംഗം എത്ര വർഷം വേണമെങ്കിലും പറയാം. പിന്നെ എനിക്കിത് 5ഉം 10ഉം പ്രാവശ്യം പറയാൻ മടിയുള്ള ഒരാളൊന്നുമല്ല. എന്നോടൊരാൾ, ഒരു മിഷണറി എന്നോടൊന്ന് പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരു പ്രസംഗം ആവർത്തിച്ച് പ്രസംഗിക്കാൻ ഒരു നാണം ഇല്ല എന്നുള്ളതാണ്. ഇത്തിരി വെള്ളം ഒഴിക്കാൻ മോനെ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ 1ാം ക്ലാസ്സിൽ തൊട്ട് പഠിച്ച പാഠങ്ങൾ ഏതാണ്ടൊക്കെ കാണാതെ അറിയാം. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകത്തിലുള്ള പുതിയ വേർഡ്സ്, ന്യൂ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടിരുന്ന ആ വേർഡ്സ് മുഴുവൻ അതേ ഓർഡറിൽ എനിക്ക് കാണാതെ അറിയാം. ഇപ്പോഴും അറിയാം. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഓരോ പേജിലും എന്തുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ മാത്തമാറ്റിക്കൽ ഫോർമുല A+B² മാത്രമല്ല, A+B³ A⁻⁴ ഏത് വേണമെങ്കിലും എൻ്റെ ഓർമ്മയിലുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവത്തിൻ്റെ കൃപയാൽ കുറെ മടുപ്പില്ലാത്ത കുറെ സാർമാർ എനിക്ക് ദൈവം തന്നു. അവർ വീണ്ടും 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 പറയടാ എന്ന് പറഞ്ഞ് പറയിപ്പിച്ചു. അതിലേതെങ്കിലും ഒരു സാറ് പറയും, ഒരിക്കൽ പ്രസംഗിച്ച് ഞാൻ 2ാമത് പറയാറില്ല മോനെ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ. ഏതെങ്കിലും ഒരു അധ്യാപകൻ വന്നിട്ട് പറയാണ് A+B² = A² + 2AB + B² എന്നുള്ളത് ഞാൻ A ഡിവിഷനിൽ പഠിപ്പിച്ചതാണ്. അതേ പ്രസംഗം B ഡിവിഷനിൽ പറയില്ല.
അപ്പൊ ബി ഡിവിഷനിലെ പിള്ളേർ എന്നാ ചെയ്യും? അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് തലയ്ക്കകത്തോട്ട് ഇറങ്ങാനും ജീവനായി മാറാനും വലിയ പാടാ. ഞാൻ നല്ലൊരു പ്രസംഗം പറയാൻ വന്നതല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പം അവിടെ ഒരു കണക്ക് പുസ്തകത്തില് നിങ്ങൾ കുറേ പേര് ഇത് കേട്ടു എന്നും അറിഞ്ഞു എന്നും ജീവനായി മാറിയെന്നും എനിക്ക് അവിടെ കാണണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഗ്രഹിക്കുന്നവരെ ഞാൻ പിന്നെയും പിന്നെ ഇതൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആൾക്കാർ പറയും, ഇവൻ എപ്പോഴും നീതി വിശുദ്ധി ഇത് മാത്രമേ പറയാനുള്ളൂ. അത് മതി, വേറൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ മറന്നു പോകുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ പണി വളരെ എളുപ്പമാണ്. ഞാൻ കഥയിലേക്ക് വരാം. ഈ ധനം എങ്ങനെയാണ് നമ്മളെ ചുറ്റിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ, രണ്ട് കഥ പറയാം കേട്ടോ, പെട്ടെന്ന്. കൂടുതൽ സമയം തന്നിട്ടുള്ളതുകൊണ്ട് ഒരു കഥയുടെ സ്ഥാനത്തല്ല രണ്ട് കഥ പറയാമെന്നാണ് അർത്ഥം. ഒരു ഭയങ്കര പണക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര കഷ്ടപ്പെട്ട ജീവിച്ചുകൊണ്ടിരുന്നു. ഭാര്യയുടെയൊക്കെ എപ്പോഴും വഴക്ക, ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി വീട്ടിൽ പോകും. അപ്പോൾ പുള്ളിക്ക് അവിടെ ഒരു ശാസ്ത്രിയുണ്ട്, ഒരു ടീച്ചർ. ആ പുള്ളിയുടെ ഭയങ്കര കൂട്ട. അപ്പോൾ ഒരു ദിവസം ധനവാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, പക്ഷെ 5 പൈസയുടെ സമാധാനമില്ല. അടുത്ത വീട്ടിലിത് അവനെ നോക്കുക, അവൻ്റെ കയ്യിലാണ് 5 പൈസ കയ്യിലില്ല. അവൻ രാവിലെ തൊട്ട് അധ്വാനിക്കുന്നു, വൈകിട്ട് വന്ന് പിള്ളേർക്ക് പോയി ഏത്തയ്ക്കാപ്പവും ചായയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു, അവരൊന്നിച്ച് കഴിക്കുന്നു, പിന്നെ കളിക്കുന്നു, ഗ്രൗണ്ടിൽ കളിക്കുന്നു, പിള്ളേരെ കളിപ്പിക്കുന്നു, വർത്തമാനം പറഞ്ഞു, ചിരിക്കുന്നു, കളിക്കുന്നു. എന്തൊരു സന്തോഷമാണ്. ഈ ശാസ്ത്രിയോട് ഈ മനുഷ്യൻ ചോദിച്ചു, എന്താണ് അവരത്ര സന്തോഷം, എനിക്കിതൊട്ടും ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? അപ്പം ശാസ്ത്രി പറഞ്ഞു, അവരുടെ സന്തോഷം ഞാൻ പൊട്ടിച്ച് കളയാമെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു, ഇവരെന്ത് ചെയ്യുന്നറിയാം? ഇവരൊരു സഞ്ചി എടുത്തിട്ട് അതിനകത്ത് 49 സ്വർണ്ണ നാണയങ്ങൾ ഇട്ടു. എന്നിട്ട് അത് ഈ മനുഷ്യൻ, ഈ പാവപ്പെട്ട മനുഷ്യൻ കിളയ്ക്കാൻ വരുന്ന സ്ഥലത്ത് കുഴിച്ചിട്ടു. ഇവൻ പിറ്റേ ദിവസം തൂമ്പ എടുത്ത് ഒറ്റ വെട്ടിലും ഈ ക്ലിങ്ങെന്ന് കേട്ടു. നോക്കിയപ്പോൾ ഒരു സഞ്ചിയിൽ എണ്ണി നോക്കിയപ്പോൾ 49 സ്വർണ്ണ നാണയങ്ങൾ. ഇവൻ 49 എങ്ങനെ വന്നു? ഒരു സ്വർണ്ണ നാണയം ഇവിടെ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടാവും. ഇവൻ അവിടെ മുഴുവൻ തപ്പി, ആ സ്വർണ്ണ നാണയം കിട്ടിയില്ല. അവൻ പിന്നെ കിളയ്ക്കാൻ തുടങ്ങി. കിളച്ച് അവിടെ മുഴുവൻ നോക്കിയിട്ട് ആ സ്വർണ്ണ നാണയം അവിടെ ഇല്ല. 49 ഉള്ളൂ. സത്യം പറഞ്ഞാൽ 49 ഉള്ളൂ. പുള്ളി വിചാരിച്ച ഒരെണ്ണം എവിടെ മിസ്സായി. എന്നിട്ട് പുള്ളി അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുകയാണ്, ഇത് 50 ആക്കി ഒരു സമ്പാദ്യം ഉണ്ടാക്കണം. അതുവരെ പുള്ളിക്ക് ആ പ്ലാനില്ലായിരുന്നു. ഇവൻ അധ്വാനിക്കുന്ന മുഴുവൻ ഒരു ഏത്തക്കാപ്പം പോലും വീട്ടിലോട്ട് വരാതായി. ഭാര്യ ഡ്രസ്സ് ചോദിക്കുമ്പോൾ പറയും, ഇല്ലില്ല, നമ്മൾ സമ്പാദിക്കാൻ പോവാണ്. പിള്ളേരെ സ്ലേറ്റിനും പെൻസിലിനും വേണ്ടി കരയുമ്പോൾ ഇവൻ വഴക്ക് പറയും, നിനക്ക് ഇന്നലെ മേടിച്ച പെൻസിൽ എന്ത് ചെയ്യാ ചോദിക്കും. കാരണം ഈ 50 ആക്കണം. അവസാനം വീട്ടിൽ തല്ലിപ്പൊളിയായി, അടിപിടിയായി, പിള്ളേരുടെ കരച്ചിലായി, കളിയില്ല, ചിരിയില്ല, ഏത്തക്കാപ്പം ഇല്ല, പഴം ഒന്നുമില്ല, ചായയില്ല, ഒന്നുമില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പം ഈ ശാസ്ത്രിയോട് ഈ ധനവാൻ പറഞ്ഞു, നമ്മൾ ചെയ്ത് ഭയങ്കര ഒരു ചെയ്ത്തായിപ്പോയി, അവരിങ്ങനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. എന്നിട്ട് ഇവർ രണ്ടുപേരോട് ചെന്ന് പറയാണ്, സത്യത്തിൽ 49 ഉണ്ടായിരുന്നുള്ളൂ, അത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അവിടെ ഇട്ടുന്നതാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവന് മനസ്സിലായത്, ഈ സാമ്പത്തികം എന്ന് പറയുന്ന സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് കൂട്ടിവെക്കാനുള്ള ഭയങ്കരമായ പ്രവണത ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരും. അത് തുടച്ച് കളയാൻ പറ്റിയല്ല. കാരണം അത്ര പവറാണ് ഈ മാമോന്. വിറ്റാമിൻ എം എന്ന് പറയും മാമോൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ പറ്റത്തില്ല. കർത്താവിനാണ് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഒരേ സമയത്ത് നിങ്ങൾക്ക് മാമോനെയും അല്ല ദൈവത്തെയും പിശാചിനെയും സേവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ പിശാചിനും അറിയാം, പിശാചിന് ഒരാൾ പോലും തിരഞ്ഞെടുക്കുകയില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സാത്താൻ എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് വെച്ചാൽ പോവോ? പേടിച്ചു പോകും. നമ്മൾ ഈ സാത്താൻ വർഷിപ്പേഴ്സ് പറയുന്നവർ പോലും ആ വഴിക്ക് പോകില്ല. കാരണം ഒറിജിനൽ സാത്താൻ്റെ ആ സ്വഭാവം അറിയാൻ മേലാത്തോണ്ട് ഇവർ സാത്താൻ കീ ചെയ്യുന്ന പറഞ്ഞ് നടക്കുന്നത്. സാത്താൻ്റെ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയാനകമായ ഇരുട്ടാ. ആ ഇരുട്ടിലോട്ട് ഒരു മനുഷ്യനും പോകാൻ ആഗ്രഹിക്കത്തില്ല. എല്ലാവരും ദൈവത്തിൻ്റെ പുറകെ പോകുള്ളൂ എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് സാത്താൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാത്താൻ്റെ സുന്ദരനായ ഒരു പ്രോക്സി, ഒരു പകരക്കാരൻ, അവനാണ് മാമോൻ. ഈ മാമോൻ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചിരുന്നിട്ട് ചോദ്യം ഇപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് ദൈവത്തെ വേണോ മാമോനെ വേണോ? അപ്പം നമ്മൾ എന്താ പറയുന്നറിയാം? ദൈവത്തെ വേണം. എന്താണെന്നറിയാം? മാമോൻ കിട്ടാൻ വേണ്ടി. അപ്പൊ ശരിക്കും നമുക്ക് വേണ്ടത് എന്തോ? അപ്പൊ നമ്മൾ സേവിക്കുന്നത് മാമോനെ, നമ്മളെ സേവിക്കുന്ന ആരാ?
നമുക്ക് വേണ്ട മാമോനൊക്കെ തന്ന് നമ്മളെ സഹായിക്കുന്ന ആരാ? അപ്പൊ മാമോന്റെ സേവകർ നമ്മൾ, നമ്മുടെ സേവകൻ ദൈവം. ഇതെന്ത് വൃത്തികേടാ സഹോദരങ്ങളെ. ഈ മാമോനെ കൊണ്ടു തരുന്നോണ്ടല്ലേ ദൈവത്തോട് ഇത്ര സ്നേഹം. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും പറയുന്നത്, കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങൾക്ക് മാമോനെ തന്ന് അനുഗ്രഹിച്ച ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച മാമോൻ ഇല്ലാതെ ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ ദൈവമേ നീയാണ് എനിക്ക് മാമോനെ തന്നത്. കേട്ടിട്ടില്ലേ ഇത്? അപ്പൊ നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാ? മനസ്സിലായോ? പിന്നെ ഒരു കഥ കൂടെ പറയാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കഥയാണ്, നിങ്ങൾ മറന്നു പോകുന്നുണ്ട് ഇത് രണ്ടാമത് പറയുന്നത്. എനിക്ക് എന്നാ പറഞ്ഞതെന്ന് വരെ ഏകദേശം ഓർമ്മയുണ്ട്. ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിന് സമയത്ത് ഒരു യുദ്ധത്തടവുകാരനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ യജമാനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ക്യാപ്റ്റനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ക്യാപ്റ്റൻ സാർ, ഞാനൊരു പട്ടാളക്കാരനെ യുദ്ധത്തടവുകാരനായിട്ട് പിടിച്ചിട്ടുണ്ട് മറ്റേ രാജ്യത്തിൻ്റെ. അപ്പം ക്യാപ്റ്റൻ പറഞ്ഞു, വെരി ഗുഡ്, യു ആർ വെരി സ്മാർട്ട്, നീ ആ യുദ്ധത്തടവുകാരനെ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ വിളിച്ചു. എന്താടാ ചോദിച്ചു. സാർ അവൻ എൻ്റെ കൂടെ വരുന്നില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ഒരു കാര്യം അവനെ വിട്ടിട്ട് നീ ഇങ്ങ് വരാൻ പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ചു. എന്താടാ? അവൻ എന്നെ വിടുന്നുമില്ല സാർ എന്ന് പറഞ്ഞു. ആരാരെയാ പിടിച്ചേക്കുന്നത്? ഇവൻ അവനെയാണോ അവൻ ഇവനെയാണോ? മാമോൻ ഇവനെ പിടിച്ചേക്കുന്നത്. ഇവൻ വിചാരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന മാമോൻ എന്ന് പറയുന്നത് ഞാൻ സിമ്പിളായിട്ട് വിതരണം ചെയ്യുന്നു, എനിക്കൊരു പ്രോബ്ലവും ഇല്ല എന്ന് ഇവൻ ചിന്തിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമോൻ ഇവനെ എങ്ങനെ വേണം ഓടിക്കാം. ഒരു കല്യാണം വരുമ്പോഴേക്കും ആദ്യം നോക്കുന്ന മാമോൻ എത്രയുണ്ട് എന്ന്. നോക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാനഡയിലോട്ട് എന്തിനാ ആൾക്കാർ പോകുന്നത്? ഈ പ്രവാചകന്മാരെല്ലാം നമ്മളെ കാനഡയിലോട്ട് വിടാനുള്ള കാരണം എന്താ? അവിടെ ആരുണ്ട്? മാമോനുണ്ട്. ആ മാമോന്റെ അടുത്തേക്ക് നമ്മളെ വിടാൻ ആരാ കഷ്ടപ്പെടുന്നത്? ദൈവം. എന്നിട്ട് ദൈവം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും പ്രവാചകന്മാർ ഇത്രയും ശാസിച്ചിട്ടും പോകാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ? പിശാച് പോരാടിക്കൊണ്ടിരിക്കുക, മാമോന്റെ അടുത്തേക്ക് വിടുന്നില്ല. അപ്പൊ ദൈവം ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത രീതിയിലാണ് പിശാച് പാര വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണ്ടോ 21-ാം നൂറ്റാണ്ടില്? ഒരു ലജ്ജ തോന്നുന്നില്ല ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വിശ്വസിക്കണമെന്നിട്ട്? നിങ്ങൾ വിശ്വസിക്കുന്നല്ല ഞാൻ പറഞ്ഞു, ജനത്തെക്കുറിച്ച് പൊതുവെ ചോദിച്ചതാ. നിങ്ങൾക്ക് ലജ്ജ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു പൊതുവെ ആൾക്കാർക്ക് ഈ സാധനം ഇല്ല. അപ്പോൾ സാത്താൻ അവനിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്രോക്സികളാണ് ഇന്ന് നമ്മൾ കാണുന്ന സമ്പത്ത്. ഒരു കഥ അങ്ങനെ പറയാം. ഒരു ദിവസം ഒരു മനുഷ്യൻ ഈ സ്വർഗവും നരകവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇടനാഴിയിൽ ചെന്നു. കഥയാണ് കേട്ടോ. ഈ കഥ ചോദ്യമില്ല, തിയോളജിയിലൊന്നുമില്ല, വെറും പൊട്ട കഥ. പക്ഷെ അതിനൊരു മെസ്സേജ് ഉണ്ട്, അതുകൊണ്ട് പറയുന്നു. അപ്പം ദൂതൻ ഇവന്റെ പേര് നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല, ആർക്കും ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല, നിർഗുണനായിരുന്നു. അതുകൊണ്ട് നിന്നെ എങ്ങോട്ട് വിടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അവസാനം ഞങ്ങളുടെ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം. നീ സ്വർഗം വേണോ നരകം വേണോ നിന്റെ ഇഷ്ടം, നീ കണ്ട് തീരുമാനിച്ചോളാം. ഇത് പറഞ്ഞു ഓക്കെ സന്തോഷം. അപ്പോൾ ആദ്യം അങ്ങോട്ടേ നോക്കുള്ളൂ പോയി സ്വർഗം. കാരണം സ്വർഗമാണല്ലോ നമ്മളെല്ലാം വലിയൊരു കാര്യമായിട്ട് വെച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഓക്കെ ഞാനിതൊന്ന് കാണാൻ പോകാന്ന് പറഞ്ഞു. ആദ്യം സ്വർഗം കാണാൻ വേണ്ടി പോയി. സ്വർഗം കാണാൻ വേണ്ടി പോയപ്പോൾ അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വഴി, അവിടെ സ്വർഗം എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ്, ഒരമ്മച്ചി അവിടെ നിന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ പേരോട് നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇവൻ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ നാട്ടിലും ഇതേ ഉള്ളൂ, ഇവിടെ ഇതേ ഉള്ളൂ, ഏതായാലും ഞാൻ അങ്ങോട്ടില്ല, ഏതായാലും നരകം കൂടെ ഒന്ന് കണ്ടേക്കാം. ഇവൻ നേരെ നരകത്തിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ എന്താ കണ്ടെന്നറിയോ? ഒരു ബ്യൂട്ടിഫുൾ ഗ്ലാസ് ബിൽഡിംഗ്, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഭയങ്കര കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമുള്ളൊരു കെട്ടിടം. ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇവൻ അടുത്ത് പോയിട്ട് പതുക്കെ ഒന്ന് നോക്കി കണ്ണുകൊണ്ട് അകത്തെന്താ നടക്കുന്നതെന്ന്. ഈ കണ്ണാടിക്കൂടിനകത്തോട്ട് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച ഇവനെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. എന്തായിരിക്കും നിങ്ങൾക്ക് പറയാം? നിങ്ങൾ ഇത്രയും മറന്നു പോകുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. എന്തായിരിക്കും? അവിടെ ആൾക്കാർ ചൈനീസ് വിഭവങ്ങൾ വിളമ്പുന്നു, ഒരു സ്ഥലത്ത് കോണ്ടിനെന്റൽ ബുഫേ, ഭയങ്കര ഫുഡ്, ലോകത്തുള്ള എല്ലാ ഫുഡും ഉണ്ട്. ഒരു സൈഡിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നൃത്തം ചെയ്യുന്നു, കള്ള ഒരു സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. സിനിമാ കോട്ടയിൽ സിനിമകൾ ഇങ്ങനെ എല്ലാ തരം വൃത്തികെട്ടതും വൃത്തികെടാത്തതുമായ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര എൻജോയ്മെന്റ്. ഇവൻ ദൂതനോട് പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു ഈ സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ എന്തായാലും ഇല്ല, ഇത്രയും മനോഹരമായൊരു നരകം ഇവിടെ കിടന്നിട്ട് ഞാൻ ഇത് വിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞ് ഇത്രയും വലിയ മണ്ടത്തരമില്ല.
ഞാനതുകൊണ്ട് നരകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൂതൻ പറഞ്ഞു, പിടിച്ചാൽ ഇനി മേലെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. നോ പ്രോബ്ലം, എനിക്കിതിനകത്ത് ഒരു പ്രശ്നമില്ല, എന്തായാലും ഞാൻ സ്വർഗത്തിലോട്ടില്ലെന്ന് പറഞ്ഞു. പുള്ളി നേരെ പോയി നരകത്തിൻ്റെ ഡോർ ഇങ്ങ് തുറക്കലും 2 കുട്ടിപ്പിശാചുക്കൾ വന്ന് ഇവനെ തൂക്കി എടുത്തുകൊണ്ട് പോയി ഒരു ചട്ടിയിലിട്ട് വറക്കാൻ തുടങ്ങി. ഇവനകത്തും നോക്കിയപ്പോൾ അവിടെ കോണ്ടിനെൻ്റലും ഇല്ല, ചൈനീസും ഇല്ല, ഡാൻസും ഇല്ല, മൂവിയും ഇല്ല, ഒന്നുമില്ല. കുറേ തീയും പുകയും ആവിയും കുറേ പുഴുക്കളും ഇഴജന്തുക്കളും മാത്രമേ ഉള്ളൂ. ഇവൻ അവിടെ കിടന്ന് അലറി വിളിച്ചു, അയ്യോ നിങ്ങൾ എന്നെ പറ്റിച്ചു, ഞാൻ കണ്ട നരകം ഇതല്ല, ഇത് നിങ്ങൾ എന്നെ പറ്റിക്കുവാണ്, ഇത് ചീറ്റിംഗ് ആണ് എന്നാ പറഞ്ഞു. അത് ചീറ്റിംഗ് അല്ല, അതാണ് ഞങ്ങളുടെ പരസ്യം. നരകത്തിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടാണ് നീ വന്നത്. കാരണം നീ മോഹിച്ചതിൻ്റെ എല്ലാം പുറകില് ഇങ്ങനൊരു പൈശാചികമായൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മൾ എൻജോയ്മെന്റ് എന്ന് കാണുന്നതിനകത്തെല്ലാം ഈ മരണത്തിന്റെ ഒരു നിഴലുണ്ട്. നമ്മളെ ആകർഷിക്കാൻ വേണ്ടി സാത്താൻ വെച്ചിരിക്കുന്നത് ഈ എൻജോയ്മെന്റുകളാണ്, രസം. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ജീവിതത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഈ രസമാണ്. അതാ ഈ പാപത്തിന്റെ വേരെന്ന് പറയുന്നത്. ഈ പാപത്തിന്റെ വേര് എന്ന് പറയുന്നത് തന്നെ രസമാണ്. നിങ്ങൾക്ക് ഒരാളുടെ വർത്താനം പറഞ്ഞെങ്കിൽ എന്ത് വേണം? രസം ഉണ്ടാവണം. രസമില്ലെങ്കിൽ നമ്മൾ നിർത്തിയിട്ട് പോകും. ആണ്ട് വർത്താനം പറഞ്ഞ രസമില്ല ബ്രദർ എന്ന് പറയും. കല്യാണം എങ്ങനെ ഡൈവോഴ്സ് ആവുന്നേ? ഞാൻ രഹസ്യം നിങ്ങളോട് പറയാം, മൈക്കിലൂടെ തന്നെ ഇരിക്കട്ടെ. 100 കല്യാണങ്ങൾ ഡൈവോഴ്സ് ആവുന്നുണ്ടെങ്കിൽ അതിൽ 65 എണ്ണവും ഇപ്പൊ സ്ത്രീകൾ ഡിമാൻഡ് ചെയ്തിട്ട് ഡൈവോഴ്സ് ആവുന്നു. പണ്ടൊക്കെ പുരുഷന്മാരാ എനിക്ക് കല്യാണം വേണ്ട, അവളെ വേണ്ടെന്ന് പറഞ്ഞ് വേറൊരുത്തിയുടെ പുറകെ പോകുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സ്ത്രീകളാണ് മുങ്ങുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇന്ന് ഡൈവോഴ്സ് നടക്കുന്ന 165% സ്ത്രീകളാണ് മടുക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട, രസമില്ല ലൈഫിൽ. എന്തില്ല? രസമില്ല. രസമില്ലെങ്കിൽ ഞങ്ങളില്ല. എൻജോയ്മെന്റ് ഇല്ല, എന്റർടൈൻമെന്റ് ഇല്ല, കംഫേർട്ട് ഇല്ല. ഞാൻ പോകുവാണ്, ടാറ്റാ ബൈ ബൈ. അപ്പൊ ഒരു നിമിഷം ആലോചിച്ച് നോക്കിയേ, ഒരാളെ ഇട്ടിട്ട് പോകുമ്പോൾ ആ മനുഷ്യനോടൊരു സ്നേഹം. ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിലല്ലേ സ്നേഹം വരൂ. ക്രിസ്തു ഇല്ലാത്തവരെല്ലാം ജീവിക്കുന്നത് രസത്തിന് വേണ്ടി മാത്രം, സ്നേഹത്തിന് വേണ്ടി അല്ല. സ്നേഹത്തിന് വേണ്ടി ജീവിച്ചു നോക്കി. നിങ്ങളുടെ ഭർത്താവ് എത്ര മോശമായാലും, ഭാര്യ എത്ര മോശമായാലും, ആ ആളോട് നമ്മുടെ ഉള്ളിൽ ഒരു ആർദ്ര ഹൃദയം ഉണ്ടായി കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ സഭയിലെ കൂട്ടായ്മയിൽ ഒരു സഹോദരി ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടതയാണ്, എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കും, ചവിട്ടും തുപ്പും, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, ശാരീരിക ആക്രമണമാണ്, ഏത് സമയത്ത് ഞാൻ മരിച്ചു പോകാം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുക, ഡൈവോഴ്സ് ചെയ്യരുത്, പെട്ടെന്ന് നിങ്ങൾ രക്ഷപ്പെട്ടോ, എന്നിട്ട് എൽഡർമാരോട് പോയി സംസാരിക്കുക, അയാളോട് സംസാരിക്കാൻ പറ, കൗൺസിലിങ്ങിന് പോ, എത്രയും പെട്ടെന്ന് അങ്ങനെ മുമ്പോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ചാവാൻ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല, അത് അവർ തീരുമാനിക്കും. പിറ്റേ ദിവസം ഞാൻ വിളിച്ചു, എന്തുണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അവരോട് പറയുക, ഞാൻ പോകുന്നില്ല പാസ്റ്റർ. ഞാൻ എന്താ, കർത്താവ് എനിക്ക് തന്ന ആളല്ലേ, ഇട്ടിട്ട് പോകുമ്പോൾ അത് സ്നേഹമില്ലായ്മയല്ലേ, എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹം തോന്നുന്നു, ഇരിക്കും തോന്നും. ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ. എൻ്റെ ഉപദേശം അവർക്ക് ആവശ്യമില്ല. കാരണം എന്താ, അവർ ക്രിസ്തുവിന് ഡയറക്റ്റാ, എനിക്ക് അത്രയും വിവരം ആയിട്ടില്ല. സ്നേഹം ഉണ്ടെങ്കിൽ അതൊരു അൺകണ്ടീഷണൽ സാധനമാണ്. അത് ഒരാളോട് തോന്നുന്നത് കണ്ടീഷനായിട്ടല്ല, എന്നെ സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കാന്നല്ല. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ രസത്തിലൂന്നിയുള്ള ലൈഫ് ഒടിഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയും സ്നേഹത്തിൽ വേരൂന്നുന്ന ഒരു ജീവിതം ഉണ്ടായി വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, ആരെ ശത്രുവായിട്ട് കാണാൻ പറ്റത്തില്ല, ആരെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ക്രിസ്തുവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സ്നേഹത്തിൽ ബേസ്ഡും മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത് രസത്തിൽ ബേസ്ഡും ആണ്. നിങ്ങൾ കൂട്ടുകാരെ ഉണ്ടാക്കുന്നത് ആരെയാണ്? ഏറ്റവും സംസാരിക്കാൻ, ആരോട് സംസാരിക്കുമ്പോഴാണോ എനിക്ക് രസം ഉണ്ടാകുന്നത്, അയാളായിട്ട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളൂ. അല്ലാത്തൊരു ഫോൺ ചെയ്താൽ നമ്മൾ എടുക്കുന്നത്. ഓ അയാൾ കോൾ ചെയ്ത് മടുപ്പിക്കും ബ്രദറെ എന്ന് പറയും. സ്നേഹമുണ്ടോ? അപ്പൊ മാനുഷികമായിട്ട് നോക്കിയാൽ നമ്മളെല്ലാം രസത്തിൽ ജീവിക്കുന്നവരാണ്. ഇതിന്ന് രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരണം. അതൊരു പുതിയ ലൈഫാണ്. അതൊരു കാറ്റ് പോലുള്ള ആത്മസ്വഭാവമുള്ളൊരു ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ വിശ്വാസം, നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം എന്താ നമുക്കൊന്ന് പരിശോധിക്കാം. അതായിരിക്കും ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്താവിഷയം. നിങ്ങൾ മറന്നു പോരുത് കേട്ടോ, ദയവായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ ഇന്നലെ പ്രസംഗിച്ച എല്ലാം ഓർക്കാൻ ഞാനൊരു എളുപ്പ വഴി പറയാം. ഓക്കെ, പറയാം. നിങ്ങൾ അനുസരിക്കുമെങ്കിൽ
ഇന്നോടുകൂടി നിങ്ങൾ ഒരിക്കലും മറക്കാത്തതുപോലെ ഇത് പഠിക്കും. താല്പര്യമുണ്ടോ? റോമാലേഖനം 3-ാം അധ്യായം വായിച്ചാൽ മതി. ഇന്ന് തന്നെ വായിക്കണം. ഇന്നലെ കേട്ടവരാണെങ്കിൽ 3-ാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരും. പിന്നെ എപ്പം 3-ാം അധ്യായം വായിച്ചാലും അത് മനസ്സിൽ വരും. കാരണം വചനം അങ്ങനെയാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ വായിക്കുന്നെങ്കിൽ 3-ാം അധ്യായം വായിക്കുമ്പോൾ ഇതൊന്നും ഓർമ്മ വരില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് വൈകിട്ട് എല്ലാവരും റോമാലേഖനം 3-ാം അധ്യായം ഒന്ന് വായിക്കാം. ഓക്കെ. ഇനി 4-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ. ഈ വിശ്വാസത്താൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ്? പ്രശംസ എവിടെ? അത് പോയി. 27-ാം വാക്യം 3:27 എന്താ പറയുന്നത്? പ്രശംസ എടുത്തു കളഞ്ഞു. പക്ഷെ ഇവിടെ പറയാണ് അബ്രഹാം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവൻ എന്ത് ഉണ്ട്? പ്രശംസയുണ്ട്. പ്രശംസ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ നീതീകരിക്കപ്പെട്ടതെങ്കിൽ നമുക്ക് എന്തുണ്ട്? ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസയുണ്ട്. അപ്പൊ രക്ഷ പ്രശംസ ഇല്ലാതെയാണ് തരുന്നത്. പ്രശംസ പോയി എന്നല്ല പറഞ്ഞേക്കുന്നത്. ദൈവത്തിന് മാത്രം മഹത്വം. അതാണ് രക്ഷയുടെ പ്രത്യേകത. അപ്പൊ മനുഷ്യന്റെ പ്രശംസ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് രക്ഷയല്ല. കാരണം എന്താണ്? അത് മനുഷ്യന്റെ രാജ്യമാണ്. മനസ്സിലായോ? അപ്പൊ എബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ എബ്രഹാമിന് എന്തുണ്ട്? ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവന് പ്രശംസിക്കാൻ സംഗതിയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇല്ലാതാനും. കാരണം എന്താ? ഇതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ അക്കൗണ്ട് ആവുന്നില്ല. നമ്മൾ ഇവിടെ പ്രശംസിക്കുന്ന ഒരു കാര്യവും ദൈവത്തിന്റെ സന്നിധിയിൽ അപ്ലൈ ആകുന്നില്ല. കഴിഞ്ഞ ദിവസം ചർച്ച് ഓഫ് ഗോഡിലാണോ IPCലാണോ അറിയില്ല, വളരെ സീനിയർ ആയിട്ടുള്ള പാസ്റ്ററെ വേറൊരാൾ മെമൻറ്റോ കൊടുത്ത് ആദരിക്കുന്നു. ആ പുള്ളി ഞെട്ടിപ്പോയി. മെമൻറ്റോ ഇരിക്കുമോ? അവസാനം പുള്ളി മെമൻറ്റോ വാങ്ങിച്ചിട്ട് ഒരൊറ്റ കരച്ചിലായിരുന്നു. പുള്ളി പറഞ്ഞു, എനിക്കിത് വാങ്ങിക്കാനൊരു അർഹതയുമില്ല, ഒരു പ്രശംസയുമില്ല. എനിക്ക് സങ്കടം തോന്നിപ്പോയി. പാവം. ഇവർ ആൾക്കാരെ കുഴിച്ചടിക്കാൻ വേണ്ടിയിട്ട് മെമൻറ്റോ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുക. അയാൾ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം അയാൾ കരഞ്ഞതുകൊണ്ട്. കാരണം അത് കണ്ടപ്പോൾ അയാൾക്ക് കരച്ചിലാണ് വന്നത്. പാവം. ഇവിടെ പ്രശംസ കിട്ടിയാൽ അതിനർത്ഥം അത് നമ്മുടെ ജഡത്തിന്റെ പണിയാണ്. അല്ലെ നിങ്ങൾ എന്നെ എന്തിനാ പുകഴ്ത്തുന്നേ? എന്നെ ആരെയെങ്കിലും നിങ്ങൾ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ എൻ്റെ ജഡത്തിൽ എന്തോ നന്മ കണ്ടിട്ട് ആത്മാവിലെ നന്മ കാണുന്നെങ്കിൽ ദൈവത്തെ അല്ലേ പുകഴ്ത്തുള്ളൂ? അപ്പൊ ഇവിടെ പ്രശംസ അവശേഷിപ്പിക്കാതെയാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിൽ അനേകം മാതൃകകൾ നമുക്കുണ്ട്. അതില്ലെന്നില്ല. നമ്മളെല്ലാം വിശ്വാസത്തിൽ മറ്റൊരാൾക്ക് നമുക്ക് മുമ്പിൽ മാതൃകയായി നടന്നവരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അനേകം ആൾക്കാർ എനിക്ക് മാതൃകയാണ്. എന്നെ ഉപദേശിക്കാൻ കപ്പാസിറ്റി ഒത്തിരി പേര് ഞങ്ങളുടെ ചുറ്റുമുണ്ട്. അവരുടെ ഉപദേശം ഞാൻ കേൾക്കാറുണ്ട്. ആസ് എ ചൈൽഡ് ഐ ലിസൺ ടു ദം. കാരണം ലോകത്തിൽ എല്ലായിടത്തും അപ്പനേക്കാൾ മിടുക്കരായി മക്കൾ വളരണമെന്നാണ് അപ്പൻ്റെ ആഗ്രഹം. വിശ്വാസ ലോകത്തിൽ ഒഴിച്ച്. വിശ്വാസ ലോകത്തിലൊരു പാസ്റ്റർ ഇരിക്കെ ആ പാസ്റ്ററുടെ മുകളിൽ വേറെ ആരും വരാതെ അയാളിൽ നിന്ന് ഒരടി താഴെ നിൽക്കും. എന്നാൽ സ്വന്തം മക്കളാണെങ്കിലോ, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ മോനെ 9ാം ക്ലാസ് കഴിഞ്ഞ് നീ വളരാൻ ഞാൻ സമ്മതിക്കില്ല, തലയിരിക്കുമ്പോൾ വാലാടണ്ട. എങ്ങനെയുണ്ട് അപ്പൻ? എങ്ങനെയുണ്ട് അപ്പൻ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പറയുന്നവരെല്ലാം സംഗതി നടന്നായിരുന്നെങ്കിൽ ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരു സംഭവമായിട്ട് മാറിയേനെ. കാരണം ഞാൻ വളരെ പരിമിതിയുള്ള ഒരാളാണ്. ഞാൻ മിഷനെ കുറിച്ച് പഠിപ്പിക്കാൻ അങ്ങേയറ്റം ആന്ധ്ര വരെ പോകുന്ന കാര്യം എനിക്കറിയത്തുള്ളൂ. പക്ഷെ ഞങ്ങളുടെ പിള്ളേര് നേരെ സിറിയയിലോട്ട് ഇറാഖിലോട്ടൊക്കെയാണ് പോയത്. അവരവിടെ ചെന്ന് എന്താ കാണിക്കുന്നത് എനിക്കറിയാൻ പറയാൻ പറ്റുമോ? എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അവരെന്നെ പഠിപ്പിക്കുന്നത്. എന്നോട് പലരും, ഈവൻ എൻ്റെ മകൻ തന്നെ എന്നെ വിളിച്ച് പറയാറുണ്ട്. ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുക. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക ഒരു കാര്യത്തിൽ. അന്നേരം മകൻ എനിക്ക് അയച്ചേക്കാണ്, യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല. കാരണം യുദ്ധം ജയിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്, വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കർത്താവ് എന്താ വെച്ചിരിക്കുന്നതെന്ന് ഈ വിശ്വാസ ജീവിതത്തിന്റെ അവസാനം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വിശ്വാസം നോക്കി ജീവിക്കുക, അല്ലാതെ ജയിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പുള്ളി എനിക്ക് അയച്ചേക്കുന്ന. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എടാ നീ ഇത്തിരിയുടെ സൗമ്യമായിട്ട് എന്നോട് സംസാരിക്കുക, എനിക്കിത് ഭയങ്കര കഠിനവാക്കായിട്ട് തോന്നുന്നു. കാരണം എനിക്ക് അത്രയും താങ്ങാൻ പറ്റുന്നില്ല. ഒത്തിരി പേരുണ്ട് അങ്ങനെ.
അപ്പോൾ വിശ്വാസത്തിന്റെ മാതൃകകൾ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ മുമ്പിൽ അവർ ഓടിക്കയറി പോകണം. നമ്മളെക്കാൾ അടുത്ത ജനറേഷൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഈ ക്രിസ്ത്യാനിറ്റി ഇവിടെ നിലനിൽക്കുള്ളൂ. ഈ തലമുറയേക്കാൾ വലിയ റാഡിക്കലായിട്ടുള്ള തലമുറ. 20 വയസ്സുള്ള പിള്ളേര് പറയാണ് ഞങ്ങൾ മിഷണറി വേലയ്ക്ക് പോവാണ്. 21 വയസ്സുള്ള ഒരു കൊച്ച് ഒരു വളരെ വിദൂരമായ ദേശത്ത് 1 വർഷമായിട്ട് മിഷണറി വേല ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ കൊച്ചനുണ്ട് ഞങ്ങളുടെ ഒന്ന് പറയാം അങ്കിലെ 1 വർഷം കൂടെ ഞാനവിടെ നിന്നോട്ടെ. തട്ടിപ്പോകാതെ 1 വർഷം നിന്ന് ദൈവത്തിന്റെ കൃപയാണ്. നിന്നോളാൻ പറഞ്ഞു. ഇപ്പം ഫെബ്രുവരിയിൽ ആ കുട്ടി തിരിച്ചു വരും. 22 വയസ്സുള്ളൂ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇറ്റ്സ് മച്ച് ബിയോണ്ട് വാട്ട് ഐ എവർ ഡിഡ്. കാരണം ഇതിനകത്ത് പ്രശംസ മനുഷ്യൻ്റെതല്ല, ഇത് ദൈവം ചെയ്യുന്ന. ഞാൻ ഇന്നും ചർച്ചിൽ പറഞ്ഞു, ഒരിക്കൽ പോലും ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ മിഷണറി ആയിട്ട് പോകാൻ പറഞ്ഞിട്ടില്ല. 10 പിള്ളേർ ഞങ്ങൾക്ക് മിഷണറിമാരായിട്ട് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള രാജ്യങ്ങളിലുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല പോകാൻ. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചതേ ഉള്ളൂ. ആ ജീവൻ അവർക്ക് ലഭിച്ചപ്പോൾ അവരെ ദൈവം വിളിച്ചു, അവർ പോയി. അത് അവരുടെ കോളിംഗ് ആണ്. അവർ കാറ്റുപോലെ പോവാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യന്റെ പ്രശംസയല്ലത്. മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവമാണ് അവന്റെ സഭയെ പണിയുന്നത്, കൃപാവരങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത്. എപ്പോഴും നമ്മൾ നോക്കുന്ന അടുത്ത ജനറേഷൻ എങ്ങനെയാണ് മുമ്പോട്ട് വരുന്നത്. അടുത്ത ജനറേഷനോട് വിശ്വാസം കാണുമോ? ഇനി കിട്ടും ഉപദേശം എന്നുണ്ടല്ലോ, എന്ത് പറ്റിക്കലാന്നറിയത്? ഭയങ്കര പറ്റിക്കല. കിട്ടും ഉപദേശം കാരണമാണ് ഇന്ന് പിള്ളേരുടെ വിശ്വാസം മുഴുവൻ പോയത്. ചെറുപ്പകാലത്ത് പിള്ളേർ പറയും മോനെ പ്രാർത്ഥിക്ക്, യേശുപ്പച്ച ബാഗ് തരും. പപ്പയോട് ചോദിക്കേണ്ട, എല്ലാം യേശുപ്പച്ചോട് ചോദിച്ചാൽ മതി. ഇവൻ പറയും യേശുപ്പച്ച ബാഗ് തരണേ. അപ്പൻ എന്തായെന്നറിയോ? അപ്പം പോയി ഒരു ബാഗ് മേടിച്ചുകൊണ്ടെന്ന് ഇവൻ്റെ കട്ടിലടി കൊണ്ട് വയ്ക്കും. രാവിലെ കൊച്ചെഴുന്നേക്കും, എന്തുണ്ട്? ബാഗുണ്ട്. അപ്പം പറയും മോനെ ആരാ ബാഗ് മേടിച്ചു തന്നത്? യേശുപ്പച്ചൻ. പറ്റിക്കുന്ന തട്ടിപ്പ്. ആര് മേടിച്ചുകൊണ്ടുവന്നത്? ഇവൻ ഒക്കെ ആദ്യം വിശ്വസിക്കും. കാരണം കൊച്ചല്ലേ. കുറെ കഴിയുമ്പോൾ ഇവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും, കർത്താവ് 1ാം റാങ്ക് എനിക്ക് തരണേ, 1ാം റാങ്ക് എനിക്ക് തരണേ. കിട്ടില്ല. കുറെ കഴിയുമ്പോൾ ഇവന് മനസ്സിലാവും ഇത് അപ്പം തന്നെ മേടിച്ച് വെച്ചതാണ്. ദൈവം ഒന്നും ഒരു പ്രാർത്ഥനയും കേട്ടിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും എൻ്റെ എക്സാം പാസ്സാവുന്നില്ല. എൻ്റെ മകൻ ഒരിക്കലും പറഞ്ഞതാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയം പോലും ദൈവം എനിക്ക് ഇന്നേ വരെ തന്നിട്ടില്ല. ശരിയാണ്. അപ്പോൾ വിശ്വാസം അങ്ങ് പോയി. പിന്നെ ഇവിടുന്ന് പ്രാർത്ഥിച്ച് കാനഡ ചെല്ലുന്ന ആ ഒരു തലമുറ കാനഡയെ കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വിശ്വാസം ആർക്കും അറിയാൻ മേലെ, തീർന്നു. അടുത്ത തലമുറ ഫെയ്ത്ത് ഇല്ല. കാരണം എന്താ? ഈ അടിസ്ഥാനങ്ങൾ ഇല്ലാതായിപ്പോയി. റോമാലേഖനം പഠിച്ചിട്ടില്ല, യഥാർത്ഥ വിശ്വാസം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഓക്കെ, പ്രവൃത്തിയാൽ കുറച്ചൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്ന വിശ്വാസം നടക്കുന്നു. ഒരു കഥയും കൂടെ ഞാൻ പറയാം. എൻ്റെ പ്രസംഗം ഹാർവസ്റ്റ് ടിവിയിൽ വരുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വൈകിട്ട് 6:30 അത് വരുന്നത്. ഇത് റെക്കോർഡ് ചെയ്യുന്ന ഒരാളുണ്ട്. ഈ റെക്കോർഡ് ചെയ്യുന്ന ആളൊരു CSIയിലെ കൊയർ മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി മ്യൂസിക് പഠിക്കാനൊക്കെ സഭ അവരെ വിടാൻ വേണ്ടി റെഡി ആയിരുന്നപ്പോഴാണ് ഈ പാവം മനുഷ്യൻ അത് ഉപേക്ഷിച്ചിട്ട് സ്നാനപ്പെട്ട് ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ ചേർന്നു. ഈ പെന്തക്കോസ്റ്റ് ചർച്ചിൽ ഒരു വലിയൊരു പങ്കും ലോകമാണ്. എന്നാൽ യഥാർത്ഥ സഭകൾ ഇതിനിടയിലെല്ലാം ഉണ്ട്. അതാണ് അതിന് ആകെയുള്ളൊരു ഗുണം. അവിടെ ഇവിടെയൊക്കെ യഥാർത്ഥ സഭകളുണ്ട്. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന സഭകൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ചില പാസ്റ്റേഴ്സ് അങ്ങനെ ക്രിസ്തുവിനെ അറിയാവുന്നവരാണ്, പക്ഷെ വളരെ കുറവാണിപ്പോൾ. എല്ലാവർക്കും ഒരു 3 വർഷം അവരുടെ തിരിക്കണം പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടെ ഇപ്പോൾ 10 പുതിയ വിശ്വാസികൾ വന്നാലും അതിൻ്റെ ദശാംശം ആർക്ക് കിട്ടുന്നത്? അടുത്ത പാസ്റ്റർക്കാണ് കിട്ടുന്നത്. പിന്നെ വേറെ പണിയൊന്നുമില്ല. 3 വർഷം കഴിയുമ്പോൾ ഞാൻ പോകും. ഇതാണ് അവസ്ഥ. പക്ഷെ അതിനിടയിൽ നല്ല സഭകളുണ്ട്. നല്ല സഭകൾ അവരുടെ ഇടയിൽ ഉള്ളൂ, കുറച്ചൊക്കെ എങ്കിലും ഉള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന അവരൊക്കെ ഉള്ളൂ. ഇപ്പോഴും അത് വളരെ കുറഞ്ഞ് ഇല്ലാതായി എങ്കിൽ പോലും. അപ്പൊ ഈ മനുഷ്യൻ നേരെ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിലോട്ട് ഇന്ന് സ്നാനപ്പെട്ടു. 4 പ്രധാന അപകടങ്ങളാണ് പുള്ളിക്കുണ്ടായത്. 4 പ്രധാന അപകടങ്ങൾ. ഒന്ന്, പുള്ളി ഭയങ്കര പ്രശസ്തനായ ഒരു വീഡിയോഗ്രാഫറായിരുന്നു. ഏഷ്യാനെറ്റുകാർ വിളിക്കുന്നു, ഗവൺമെന്റ് പ്രോഗ്രാമിന് വിളിക്കുന്നു, മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ വീഡിയോ പിടിക്കാൻ പുള്ളിയെ വിളിക്കുന്നു, TV ചാനലുകാർ വിളിക്കുന്നു, സിനിമാക്കാരുമായിട്ട് ബന്ധം. സിനിമ പിടിക്കാൻ പുള്ളി പോകില്ല വിശ്വാസം കാരണം. പക്ഷെ സിനിമാക്കാരെല്ലാം ചില സ്റ്റിൽസൊക്കെ എടുക്കാൻ പുള്ളി വിളിക്കും. പുള്ളി ഭയങ്കര പ്രശസ്തനായ മനുഷ്യനായിരുന്നു. എപ്പോൾ സ്നാനപ്പെട്ട് ഇങ്ങോട്ട് കയറിയോ അപ്പോൾ തന്നെ ആ കോള് മുഴുവൻ തീർന്നു. മരണ വീട്ടിലെ വീഡിയോ എടുക്കാൻ പോലും ആരും വിളിക്കുന്നില്ല. 2, വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞാടി. വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർ പറഞ്ഞ നിങ്ങൾ എവിടോ
ഗുരുമാലിൽ പോയി ചാടിയിരിക്കുകയാണ്. അതൊരു വഞ്ചന സഭയാണ്, അതിനകത്ത് ഞാൻ വരത്തില്ല. ഭയങ്കര 3 ഒരു ദിവസം പുള്ളി നോക്കിയപ്പോൾ ഒരു കണ്ണ് കാണാൻ വയ്യ, മങ്ങിയിരിക്കുക. ഹോസ്പിറ്റലിൽ ഓടിപ്പോയി, ആ വെപ്രാളമായി പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് പറയും കണ്ണിനകത്ത് നീര് വന്നിരിക്കുകയാണ്, 25,000 രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണം. ആലോചിക്കണം, ലൈഫ് പോയ പോക്ക്. 5 പൈസ ജീവിക്കാൻ കയ്യിലില്ല, ഒരു പണിയുമില്ല, ആരും വിളിക്കുന്നുമില്ല. പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ സ്റ്റെപ്പ് കയറാൻ വയ്യ, കാലിന് ഭയങ്കര പെയിൻ, നടക്കാൻ വയ്യ. ഇങ്ങനെ പുള്ളി കഷ്ടപ്പെട്ടു, പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടു. ആകെ ഉള്ളത് എൻ്റെ വീഡിയോ എടുക്കാന്നുള്ളൊരു ഒറ്റ പണി മാത്രം. അതിൻ്റെ ചെറിയ എമൗണ്ട് ആരോ ഒരാൾ സ്പോൺസർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർക്ക് ഭയങ്കര പ്രൊഫസിയാണ്. ആ പ്രൊഫസി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇപ്പം ആ പാസ്റ്ററിനറിയാം ഞാൻ അമ്പലമേടിൽ നിന്ന് വചനം പ്രസംഗിക്കുവാന്ന്. പുള്ളിക്ക് അവിടെ ഇരുന്നോണ്ടറിയാം. അതുപോലത്തെ പ്രൊഫസി. നീ ഇന്നലെ കറുകച്ചാൽ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടെന്നൊക്കെ പറഞ്ഞ പ്രവചിക്കുന്നു. ഇയാൾ അമ്പരന്ന് പോയി, എന്തൊരു കാഴ്ച, എന്തൊരു ദിവ്യദൃഷ്ടി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ പുള്ളിയുടെ ഗൂഗിൾ അക്കൗണ്ട് പുള്ളിയുടെ ലാപ്ടോപ്പിൽ ഓണായി കിടക്കുമായിരുന്നു. അപ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ വെച്ച് ഇയാൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് പാസ്റ്റർക്ക് കാണാം. ഇത് വെച്ചാണ് ഈ പ്രസംഗം. പുള്ളി നോക്കിയപ്പോൾ പുള്ളിയുടെ ഫോണിൽ ഇങ്ങേരുടെ ഗൂഗിൾ അക്കൗണ്ട്. പുള്ളി അതെല്ലാം ഡിലീറ്റ് ചെയ്ത് ഔട്ടാക്കി. പുള്ളിക്ക് മനസ്സിലായി ഇത് മുഴുവനോടെ തട്ടിപ്പാണ്. പുള്ളി എന്ത് ചെയ്യുന്നറിയോ, നേരെ പാസ്റ്റർ പറഞ്ഞു ഈ തട്ടിപ്പിന് ഞാനിനി ഇല്ല, ഇതാ ഇറങ്ങുന്നു. സ്റ്റെപ്പ് വെളിയിലോട്ട് വെച്ചു. കോളേജ് ഏഷ്യാനെറ്റിൽ 30 ദിവസത്തേക്ക് ഒരു പ്രോഗ്രാം, 30 ദിവസത്തേക്ക് റെമ്യൂണറേഷൻ 9 ലക്ഷം രൂപ. ആലോചിച്ചു, പൈസ കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും പൈസ കിട്ടുന്ന എൻ്റെ കാര്യമൊന്നും, അതല്ല എൻ്റെ കാര്യം. വീട്ടിൽ ഭയങ്കര സമാധാനം. ഭാര്യ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴാണ് നേരെയായത്. അയാളൊരു ദിവസം കാറിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ ഓട്ടോയിലെല്ലാം ചെറിയ സ്ക്രിപ്റ്റ് പുള്ളി വായിക്കുന്നു. കണ്ണ് സൗഖ്യമായി, കാലിനും പെയിനില്ല. ആ ചർച്ചിൻ്റെ പടി എപ്പോൾ ഇറങ്ങിയോ ഒരു ഭൂതം പുള്ളിയുടെ മേളിൽ നിന്ന് പോയി. പിന്നെ 9 ലക്ഷം ഒന്നും കിട്ടിയില്ല കേട്ടോ, അത് അതുകൊണ്ട് കുറച്ചേ പുള്ളി കിട്ടിയുള്ളൂ, ബാക്കി അവർ പറ്റിച്ചു. പക്ഷേ പുള്ളിക്ക് പ്രോഗ്രാം കാരണം ഇപ്പം ഇനി എൻ്റെ റെക്കോർഡ് ചെയ്യാൻ പുള്ളിക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പം ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുക, നേരത്തെ പുള്ളി എൻ്റെ പുറകെ നടക്കുക. അപ്പം ഞാനിത് ആലോചിച്ചത് എന്താ ഈ പരിപാടി, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു ടെക്നിക്ക് മനസ്സിലായി. ഇതിനൊരു ഗുട്ടൻസ് ഉണ്ട്. ഈ ഗുട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് ഇന്ദിരാഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി 20 ദിന പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങി 1970. അന്ന് ഞാനില്ല, ഞാൻ ഉണ്ടാകുന്ന കാര്യമൊന്നും പദ്ധതിയിൽ എൻ്റെ അപ്പനും അമ്മയും പോലും പരസ്പരം കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ വായിച്ചിട്ടുണ്ട് 20 ദിന പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ പരിഷ്കാരം. അപ്പോൾ ഒരാൾ ഇന്ന് ഇന്ദിരാഗാന്ധി ചോദിച്ചു, ഈ 20 ദിന പ്രോഗ്രാം കൊണ്ട് ഇന്ത്യക്കാർ മുഴുവൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് പിന്നെ ആര് വോട്ട് ചെയ്യും? അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇത്രയും പേരെ രക്ഷിച്ചെന്നുള്ള നന്ദി അവർക്കുണ്ടാവുമല്ലോ, അപ്പോൾ എനിക്ക് തന്നെ വോട്ട് ചെയ്യത്തില്ലേ? അന്നേരം അവർ പറഞ്ഞില്ല, കാരണം ഇപ്പോൾ ഭയങ്കര ദാരിദ്ര്യം ആയതുകൊണ്ട് ഇന്ദിരാഗാന്ധി വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വോട്ട് ചെയ്യുന്നത്. ദാരിദ്ര്യം മാറിക്കഴിഞ്ഞാൽ ആരും വന്ന് രക്ഷിക്കണ്ടല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാലോ, കാരണം എന്തായാലും രക്ഷപ്പെട്ടു. ഇനിയിപ്പം രക്ഷപ്പെടുത്തുന്ന ആൾ വേണ്ടല്ലോ. അപ്പം നിങ്ങളെ അവർ തള്ളിക്കളയെന്ന് പറഞ്ഞു. ഈ ദരിദ്രന്മാരെ സൂക്ഷിക്കുന്ന അവരുടെ ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെയാണ് ഈ സഭകളിൽ നടക്കുന്നത്. കുറേ ആൾക്കാർ എപ്പോഴും വിടുതൽ വേണം എന്ന് പറഞ്ഞ് നടക്കുക, അവരൊരിക്കലും വിടുതൽ പ്രാപിക്കത്തില്ല. അവരുടെ പോക്കറ്റിൽ നിന്ന് ഞെക്കി പിഴിഞ്ഞ് പാസ്റ്റർമാർ വിടുതൽ പ്രാപിക്കും. അവർ ഭയങ്കര റിച്ചാവും. എന്നാൽ തിരിച്ച് ഇങ്ങനെ ഞെക്കിപ്പിഴിയാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടും അവർ ഞെക്കിപ്പിഴിയാൻ നിന്ന് തരാത്തത് കൊണ്ടും നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും അയൽവക്കക്കാർ കൂടോത്രം ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്, എൻ്റെ വിശ്വാസത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങളിങ്ങനെ കിടക്കുന്ന വേറൊന്നും കൊണ്ടല്ല, വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടാത്തതാണ്. മനസ്സിലായോ? ആ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങൾ വിട്ടേ പറ്റൂ. ഏതാ? വേണം. ഞാനൊരു കഥ കൂടെ പറയാം നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. ഇത്തിരി കൂടിപ്പോയില്ലേ? ഒരു ആശ്വാസം വേണ്ടേ? 2007 എൻ്റെ ഓർമ്മ. 2007-2009 ഇടയ്ക്കാണ്. കാരണം വീട് ഞാൻ ഓർക്കുക, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്. അപ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ ഭാര്യ എന്നോടൊന്ന് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് വരെയുള്ള ഫുഡ് അരിയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 12 പേരെ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാ ഇല്ല, അരിയില്ല. പുള്ളിക്കാരി പറഞ്ഞു അരിയില്ല, മുളകില്ല, ഉപ്പില്ല, ബാത്തിങ് സോപ്പില്ല, പേസ്റ്റ് ഇല്ല, മുളക് പൊടിയില്ല.
പിന്നെ റെന്റിന് ഇന്നലെ ഓണർ വിളിച്ചായിരുന്നു, അവർക്ക് ഈ മാസം ഇത്തിരി നേരത്തെ കൊടുക്കാമോ, ഡേറ്റ് ആയി. സാധാരണ ചോദിക്കാറില്ല, ഈ പ്രാവശ്യം പുള്ളി ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു കയ്യിൽ എത്ര രൂപയുണ്ട്? പറഞ്ഞു ചില്ലറ പൈസ എല്ലാം പറക്കി 40 രൂപ അടുത്ത കടയിൽ, ഇനി ബാക്കി കടം കൊടുക്കാനുണ്ട് 40 രൂപ, കൊടുക്കാൻ പൈസയില്ല, ചില്ലറ എല്ലാം പറക്കി 1 രൂപ പോലും കയ്യില്ല. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ സമ്പാദ്യം വേണ്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ജീവിക്കാനുള്ള ആഹാരം നീ എനിക്ക് തരണ്ടേ? ഈ 1.5 വയസ്സുള്ള കൊച്ച് അതിനെന്ത് കൊടുക്കും? കർത്താവ് ഒന്നും മിണ്ടിയില്ല. ഒരു പിറുപിറുക്ക, അതിനാണ് ഈ പിറുപിറുപ്പ് എന്ന് പറയുന്നത്. വൈകിട്ട് 8 മണിയായപ്പോൾ ഒരു കാറ് കൊണ്ട് നിർത്തി. ഒരു ഡോക്ടറാണ്, പുള്ളിയുടെ ചേട്ടൻ ഇപ്പോഴും അവിടെ അങ്കമാലിലുണ്ട്. അദ്ദേഹം കാറിന്റെ ഡിക്കി തുറന്ന് ഒരു 25 കിലോ അരി കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് സ്വാഭാവികം, 12 പിള്ളേരുള്ള വീട്ടിൽ അരി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് സ്വാഭാവികമായിട്ടും കൊടുത്തു. പിന്നെ വന്ന കാര്യങ്ങളാണ് ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. ഒരു മെഡിമിക്സിന്റെ സോപ്പ് അന്ന് 2 രൂപ കണ്ടു, ചെറിയ പാക്കറ്റില്. ഒരു പാക്കറ്റ് ഉപ്പ് 7 രൂപ 50 പൈസ അന്നത്തെ വില. മുളക് പൊടിയല്ല, മുളക്, വറ്റൽ മുളക്, അതുപോലെ വേണേ പൊടിച്ചു തിന്നോളാൻ. പേസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക്കിനകത്ത് വരുന്ന, പ്ലാസ്റ്റിക് ചെറിയ കവറിനകത്ത് വരുന്ന 5 രൂപയുടെ പേസ്റ്റ് ഓർമ്മയുണ്ടോ? അറിയാമോ? അങ്ങനത്തെ ഒരു പേസ്റ്റ്. എന്താണോ ഇല്ലാത്തത് അത് മാത്രം സിംബോളിക്, ഒന്നും ആവശ്യത്തിനില്ല, എല്ലാം സിംബോളിക്. അരി മാത്രം ആവശ്യത്തിന്. പുള്ളി പോകാൻ നേരത്തെ ഒരു 3000 രൂപ എടുത്തു തന്നു. ഇതിരിക്കട്ടെ, 2850 രൂപയാണ് റെന്റ്. പുള്ളി ഇറങ്ങിപ്പോയി. ഞാൻ തലയെ കൈവച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെടുന്ന ഉപ്പിനെ നോക്കിയിട്ടാണ്. ആരെങ്കിലും ഇങ്ങനെ 7 രൂപയുടെ ഉപ്പ് പിടിച്ചുകൊണ്ട് കൊടുക്കുക ഏതെങ്കിലും വീട്ടില്? ഉപ്പും മുളകും ഇല്ലാത്തത് മാത്രം. ഈ ഉള്ള ഒരു സാധനം ആകെ ഉണ്ടായിരുന്നത്, അല്ല വേണ്ടാത്ത ഒരു സാധനം ഉണ്ടായിരുന്നത് നമ്മുടെ തൈരുമുളക് ഉണ്ടല്ലോ, അതൊരു പാക്കറ്റാണ്. നമുക്ക് വേണ്ട, ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധനം. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് ഇത് ഭയങ്കരമായിപ്പോയി, നീ ഇങ്ങനെ ചെയ്തത്. കർത്താവ് പറഞ്ഞു, നീ എന്നോട് പിറുപിറുത്തതുകൊണ്ടാണ്. നിന്റെ അടുക്കളയിൽ എന്തെല്ലാം ഉണ്ട്, ഇല്ല, എത്ര അളവിലുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അതറിയുന്ന ഒരു ദൈവത്തിൻ്റെ പിന്നാലെയാണ് നീ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞു ഉണർത്തിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ നിനക്ക് തന്നോളൂ. വേണമെങ്കിൽ നീ എൻ്റെ പണി നോക്കിക്കോ, ഞാൻ നിൻ്റെ പണി നോക്കിക്കോളാം. അതിനിടയിൽ നിൻ്റെ പണി നോക്കി നീ എൻ്റെ അടുത്ത് വരരുത്. അപ്പോൾ ദൈവം തരുമോയെന്ന് ചോദിച്ചാൽ തരും. പക്ഷെ നമ്മൾ ചോദിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന അവിശ്വാസമാണ്. നമ്മൾ ചോദിക്കേണ്ടത് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ അവൻ്റെ ആത്മാവിനെയാണ്. അതാ ദൈവരാജ്യവും അതിൻ്റെ നീതി എന്ന് പറയുന്നത്. ആ നീതി സ്വർഗീയമാണ്. നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും ഹെഡായിട്ട് വരേണ്ടത് നമ്മുടെ ആവശ്യങ്ങളല്ല, ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് ഈ ലോകത്തിൽ വിശ്വാസികൾ കിടക്കുന്ന കുഴി ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കിത് മെസ്സേജ് മനസ്സിലാവില്ല. കാരണം പിന്നെയും പോയാൽ കുഴി ചാടും. കുഴിയാന്ന് മനസ്സിലാവുന്നില്ല. കാരണം എവിടെ വൈബ്രേഷൻ ഉണ്ട് അവിടെ എല്ലാം ഹല്ലേലൂയ പറയുന്ന ഒരു ട്രെയിനിങ് വിശ്വാസികൾക്ക് കൊടുക്കുന്നത്. പണ്ടെൻ്റെ ഒരു സുഹൃത്ത് പുനലൂർ AG ചർച്ചിൽ പോയി പ്രസംഗിക്കുകയാണ്. രക്ഷ വിശ്വാസത്താലാണ്, അത് കൃപയാണ്, ദാനമാണ്. വൈബ്രേഷൻ, എല്ലാവരും ഹല്ലേലൂയ. പുള്ളി പോയി. അടുത്ത ദിവസം പുള്ളി അവിടെ ആ പാസ്റ്ററെ സഹായിക്കുന്നുണ്ട്. പുള്ളി വേറൊരു പാസ്റ്റർ വന്നു. രക്ഷിക്കപ്പെടാൻ ഒരാൾ 17 പടികൾ കിടക്കണം. 18 എന്ന് പറഞ്ഞായിരുന്നേ പുള്ളി ശബരിമല കൊണ്ടുവിടായിരുന്നു. 17 പടികളിലൂടെ രക്ഷപ്പെടുന്നത്. ആ 17 എന്നുള്ള വൈബ്രേഷൻ വന്നപ്പോഴേക്കും എല്ലാവരും അവിടെയും ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഇതിലേതാ നമ്മൾ വിശ്വസിക്കും? ആർക്കറിയാം? ഇന്ന് നാളെ ഒരാൾ വന്നിട്ട് നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ പറയും. കാരണം എന്താ? നമ്മൾ വിചാരിക്കുക അത് അവനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് വിചാരിച്ചോണ്ടേ ഹല്ലേലൂയ പറയുന്നത്. പക്ഷെ എന്നെ ഉദ്ദേശിച്ച പറഞ്ഞെങ്കിൽ ഞാൻ ചുറ്റി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തിരിച്ച് പാസ്റ്ററോടൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന്. പാസ്റ്റർ പറയും ഞാൻ പോവും, ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുന്നത്. അങ്ങനെ എല്ലാ പാസ്റ്റർമാരും പറയുന്നത്? എല്ലാ പാസ്റ്റർമാരും അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ ഒരു പാസ്റ്ററെ മാത്രമേ കേട്ടുള്ളൂ അങ്ങനെ പറയാത്ത. ഞാൻ പറയാം. അപ്പൊ ഇനി സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? പാസ്റ്ററെ പോലെ ആയാൽ മതി. കാരണം പാസ്റ്റർ വിശുദ്ധനാണെന്ന് പുള്ളി സമ്മതിച്ചു, പുള്ളി സ്വർഗത്തിൽ പോവുകയും ചെയ്യും. നിങ്ങൾ പോവില്ല താനും. അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? ക്രിസ്തുവിന് നോക്കേ വേണ്ട, ഈ പുള്ളിയെ പോലെ ആയാൽ മതി. ഇതാണ് ഒന്നാം തരം വ്യാജ ഉപദേശം. നാളെ ഇത് കേൾക്കുമ്പോഴും വിശുദ്ധി എന്ന് വൈബ്രേഷനെ പറയുമ്പോൾ നമ്മളെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു പോകും. അന്നേരം എന്താ മറക്കുന്നറിയോ? ക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധി എന്നുള്ളത് മറക്കും. വിശ്വാസത്താലാണ് ആ ജീവിതം നയിക്കുന്നത് എന്നുള്ളത് മറക്കും.
വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവമാണെന്നുള്ളത് മറക്കും. പിന്നെ നമ്മൾ എന്ത് ഓർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറമേ ഉള്ളത്, അവർ പറയുന്ന ഈ പുറമേ ഉള്ള കാര്യങ്ങൾ ഓർക്കും. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്, നമുക്ക് അതേ ഓർക്കാൻ പറ്റുള്ളൂ. ക്രിസ്തുവിൻ്റെ കണക്ഷൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. അത് നമ്മളിൽ ജീവനായി മാറുന്നവരെ ഇത് പിടികിട്ടത്തില്ല. ഓക്കെ, എബ്രഹാമിൻ്റെ കഥ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ എബ്രഹാമിൻ്റെ കഥയിൽ നമ്മൾ കാണുന്നത് അവൻ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിലും പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇല്ലാതാനും. അടുത്ത വാക്യം വായിച്ചേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ വിശ്വാസം തന്നെയാണ് എന്തായിട്ട് മാറിയത്? നീതിയായിട്ട് മാറിയത്. അടുത്ത വാക്യം. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്ന കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. ഉദാഹരണത്തിന് ഈ ഹാള് കൺവെൻഷൻ നടക്കാൻ വേണ്ടി ഒന്ന് പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കാർപ്പറ്റ് എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ തീരുമാനിച്ചെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വീഡിയോ വർക്കോ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു. എന്നെ വിളിക്കുകയാണ് കൂലിക്ക്. ഞാൻ ഇവിടെ ഒന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചിട്ട് സാൽമൺ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് പറയാണ്, ഞാൻ എൻ്റെ പണി തീർന്നു കേട്ടോ, ഞാൻ പോവാണ്. അപ്പോൾ സാൽമൺ ബ്രദർ എനിക്ക് ഒരു 1000 രൂപ എടുത്തു തരുന്നു. എന്നിട്ട് എന്നോട് പറയാണ്, ചേസ് ബ്രദറെ, ഇത് കൃപയാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കാരണം എന്താ? ഞാൻ അധ്വാനിച്ചതാ, അതിന് കടം. ഞാൻ 5 മണിക്ക് പണി കഴിഞ്ഞ് ഇറങ്ങുമ്പം എനിക്ക് 1000 രൂപ തന്നില്ലെങ്കിൽ സാൽമൺ ബ്രദർ എനിക്ക് 1000 രൂപ കടപ്പെട്ടിരിക്കുന്നു. അല്ലേ? ശരിയല്ലേ? അല്ലേ? നമ്മൾ ദൈവത്തോട് പലപ്പോഴും പറയല്ലേ, ഞങ്ങൾ എന്തുമാത്രം നിനക്ക് വേണ്ടി ട്രാക്റ്റും ചുമന്നുകൊണ്ട് സുവിശേഷ വില ചെയ്താണ്, നീ ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുവാണ്. കടം വീട്ട്, അവൻ ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതിനെല്ലാം ദൈവം എനിക്ക് പൈസ തരണം. ഇപ്പൊ പ്രവൃത്തിക്ക് പ്രതിഫലമായി വരുന്നതൊന്നും കൃപയല്ല, പിന്നെന്താണ്? ആള് കടം വീട്ടുന്നതാണ്. ഇനി അടുത്ത വാക്യം വായിച്ചു നോക്കി. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പൊ ശരിക്കും എങ്ങനെ വിശ്വസിക്കണം? ദൈവത്തിൽ പ്രവൃത്തി കൂടാതെ വിശ്വസിക്കണം. അത് മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. കാരണം മനുഷ്യൻ ദൈവത്തോട് പറയുന്നത്, അങ്ങനെ ഫ്രീ ആയിട്ട് ഞങ്ങളെ രക്ഷിക്കേണ്ട, ഞങ്ങളെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ഒന്നിച്ച് സഹകരിച്ച് മുമ്പോട്ട് പോകാം. നീ കൽപ്പനകൾ പറയുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. നീ ഞങ്ങൾക്കായി മരിക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു, ട്രാക്ട് അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സഹകരണ സംഘമായിട്ട് മുമ്പോട്ട് പോയി അങ്ങനെ മതി. ഞങ്ങൾ അഭിമാനികളാണ്, നീ സൗജന്യമായിട്ട് തരുന്നതൊന്നും ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറയുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് എന്താ ചോദിക്കുന്നത്? പ്രവൃത്തിക്ക് പ്രതിഫലം ചോദിക്കുന്നത്, കൃപയല്ല ചോദിക്കുന്നത്. ഇനി കൃപ ചോദിക്കുന്ന ആൾ എന്താ പറയുന്നറിയോ? കൃപ ചോദിക്കുന്ന ആൾ പറയുന്നത് എങ്ങനെയാണ്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. നിനക്ക് ഏതെങ്കിലും ഒരു മനുഷ്യനെ, എന്നെ രക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ ഒരു വകയ്ക്കൊള്ളാത്ത ആൾക്കാരെ രക്ഷിക്കാൻ നിനക്കൊരു പദ്ധതി വേണം. ഞാൻ അതുപോലത്തെ ഒരുത്തനാണ്. എനിക്കൊന്നും പുകഴാനില്ല, പ്രശംസ കട്ടാണ്. അതുകൊണ്ട് ഞാൻ അഭക്തനും കൊള്ളരുതാത്തവനുമാണ്. കർത്താവ്, അങ്ങനെ നിനക്ക് എന്നെ നീതീകരിക്കാൻ പറ്റുമോ? നീതിമാനാക്കി മാറ്റാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്നുള്ള വിശ്വാസമാണ് എന്നെ നീതീകരിക്കുന്നത്. അതായത് എന്നിലൊരു പ്രശംസയും ഇല്ലാത്ത വിശ്വാസം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആ സമ്മതം. ഐ ഹാവിൻ ഡൺ എനിത്തിങ്. കർത്താവ്, എല്ലാം നിന്റെ കൃപയാണ്. അങ്ങനെ പറയുന്നവൻ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. മനസ്സിലായോ? അത്രയും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അടുത്തത് 17-ാം വാക്യം. എബ്രഹാം എങ്ങനെയാണ് ഈ വിശ്വാസത്താൽ രക്ഷപ്പെട്ടത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്തവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. അപ്പം എബ്രഹാം എന്താ വിശ്വസിച്ചത്? 2 കാര്യങ്ങളാണ്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവൻ. ഇത്രയും വിശ്വസിച്ചപ്പോഴേക്കും എബ്രഹാം ആരായി മാറി? നീതിമാനായി മാറി. അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. അതെങ്ങനെ സംഭവിച്ചു? എബ്രഹാം ആദ്യം വളരെ ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു. എബ്രഹാമും ഭാര്യയായിട്ട് പോകുമ്പോൾ അബിമേലെക്ക് എബ്രഹാമിന്റെ ഭാര്യ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു പേടി ഉണ്ടായപ്പോൾ എബ്രഹാം എന്താ പറഞ്ഞെന്നറിയാമോ? ഭാര്യയോട് എന്താ പറഞ്ഞേ? സഹോദരിയാന്ന് പറയണം. എന്തുകൊണ്ടാ? അപ്പൊ എബ്രഹാം ശരിക്കും സാറയുടെ എന്താ പറഞ്ഞെന്നറിയോ? നിന്നെ എന്തായാലും അവർ കൊണ്ടുപോകും, നീ സഹോദരനാ ഞാൻ എന്ന് പറയാൻ എനിക്കെങ്കിലും എൻ്റെ തടി രക്ഷിക്കാം. ഭർത്താവ് എന്ന് പറഞ്ഞ് എന്നെ കൊന്നിട്ട് കൊണ്ടുപോകും, സഹോദരി എന്ന് പറഞ്ഞ് എന്നെ കൊല്ലാതെ കൊണ്ടുപോകും. അപ്പൊ നീ പോകുന്ന വഴിക്ക് എന്നെ രക്ഷിച്ചിട്ട് പോകണം. ഏതെങ്കിലും ഭർത്താവ് അങ്ങനെ പറഞ്ഞാൽ ഭാര്യമാർ സമ്മതിക്കുമോ? എന്നൊരു ആലോചിച്ച് നോക്കി.
അപ്പൊ എബ്രഹാം ഭാര്യയെ രക്ഷിക്കാനല്ല ശ്രമിക്കുന്നത്, സ്വന്തം തടി രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് എബ്രഹാമിന്റെ കപ്പാസിറ്റി. അത്രേ പറ്റൂ. ഇനി എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും. വിശ്വസിച്ചില്ല. വിശ്വസിച്ചും തോന്നി, വിശ്വാസം ഉള്ളിൽ ഉണ്ടായി. പക്ഷെ പിന്നെയും ആൾക്കാർ വിചാരിക്കാം, വിശ്വാസം മാത്രം മതിയോ ബ്രദറെ, കുറച്ച് പ്രവൃത്തി കൂടെ വേണ്ടേ? ഹാഗാർ പറഞ്ഞു, ചുമ്മാ വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, കുറച്ചങ്ങ് പ്രവർത്തിക്കണം. എന്ത് ചെയ്യണം? ഞാൻ ഹാഗാറിനെ നിന്റെ അടുത്തേക്ക് വിട്ടേക്കാം. സാറാ പറയാം, ഓക്കെ എന്നാ പിന്നെ ആയിക്കോട്ടെ. വിശ്വാസം പ്ലസ് പ്രവൃത്തി. വിശ്വാസം ദൈവത്തിന് തന്നത്, പ്രവൃത്തി ഞാൻ ഉണ്ടാക്കിയത്. അവസാനം ആരാ ഉണ്ടായത്? ഇസ്മായിൽ. ആ പ്രതിസന്ധി ഇന്നേ വരെ ലോകത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും ആ പ്രതിസന്ധി അങ്ങനെ കിടക്കുക. ഇസ്മായിൽ അന്നുണ്ടായ പ്രതിസന്ധി മാറിയിട്ടില്ല. മനുഷ്യൻ രക്ഷയോട്, വാഗ്ദത്തങ്ങളോട് സ്വന്തം പ്രവൃത്തികൾ ആഡ് ചെയ്തപ്പോൾ വന്ന സംഭവമാണ്. എന്നാൽ അവസാനം കർത്താവ് കൊണ്ട് പറയാണ്, ഇന്ന് ഈ പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന മുഴുവൻ ഇസ്മായിലുകളാ. എല്ലാ ശല്യമാണ്, എല്ലാ പ്രസ്ഥാനങ്ങള്, ഇലക്ഷനായി, അടിയായി, പിടിയായി, ഇതെല്ലാം മനുഷ്യൻ ദൈവത്തിന് വേണ്ടി വൈബ്രേഷനോട് പ്രവർത്തിച്ചതാ. എല്ലാം പൊട്ടി. എന്നിട്ട് എബ്രഹാം അവസാനം കർത്താവ് പറയാണ്, നിന്റെ ഏകജാതനായ പുത്രനെ, ഇസ്മായിലിനെ പണ്ടേ വിട്ടു, ഏകജാതനായ പുത്രനെ നീ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. അപ്പോൾ എബ്രഹാം, ഞാൻ സാറായോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല. സാറയുടെ മകനല്ലേ, അമ്മയ്ക്ക് മകനോട് എന്ത് സ്നേഹം കാണും? സാറയോട് ചോദിച്ചില്ല, ഇസ്ഹാക്കിനോട് ചോദിച്ചില്ല. ദൈവത്തോട് ലോത്തിന്റെ സമയത്ത് സൊദോം ഗൊമോറയെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്ലീഡ് ചെയ്തതുപോലെ ദൈവത്തോട് പറഞ്ഞില്ല, എൻ്റെ മോനെ നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ല. ഒറ്റ അനുസരണമായിരുന്നു. ഇതാ യാഗം അർപ്പിക്കാൻ വേണ്ടി കൊച്ചിനെ പിടിച്ചോണ്ടൊരു പോക്കാണ്. അപ്പൊ പഴയ എബ്രഹാം അല്ല, ഈ വിശ്വാസം പുള്ളിനെ ആരാക്കി മാറ്റിയായിരുന്നു? ഒരു നീതിമാനാക്കി മാറ്റിയായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിന്മേലുള്ള വിശ്വാസം അവനെ അനുസരിക്കാൻ കപ്പാസിറ്റി ഉള്ളവനാക്കി മാറ്റിയായിരുന്നു. ആ സമയത്ത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ അവന് പറ്റുമായിരുന്നു. അത് നിർബന്ധത്താൽ ആയിരുന്നില്ല, അവന്റെ ഉള്ളിൽ നിന്ന് വന്ന വിശ്വാസത്തിന്റെ അനുസരണമായിരുന്നു. അവൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ഇസ്ഹാക്കിലൂടെയാണ് വാഗ്ദത്തം. പക്ഷെ ഇസ്ഹാക്കിനെയാണ് ഇപ്പം ദൈവം സാക്രിഫൈസിന് വേണ്ടി ചോദിച്ചിട്ട്, എനിക്ക് വേറെ പുത്രനില്ല, ഇപ്പൊ എനിക്ക് വയസ്സ് 120 ആയി, ഇനിയൊരു പുത്രൻ ഉണ്ടാവുക എന്ന് പറയുന്ന സാറായി ഏതാണ്ട് മരിക്കാറായി, ഇമ്പോസിബിൾ. അപ്പൊ ഈ വാഗ്ദത്ത സന്തതി അങ്ങ് കൊടുത്താൽ പിന്നെ എൻ്റെ കയ്യിൽ ഒന്നുണ്ട്? ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അതെന്താണ്? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും, അത് ഇസ്ഹാക്കിലൂടെയാണ്. അപ്പം എബ്രഹാം വിശ്വസിക്കുകയാണ്, ശരിയാണ്, ദൈവം വാക്ക് പറഞ്ഞാൽ വാക്കാണ്. മരിച്ചാൽ ആ യാഗപീഠത്തിൽ നിന്ന് തന്നെ ദൈവം ഈ ഇസ്ഹാക്കിനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. പുനരുത്ഥാനം. 2, ഇനി അഥവാ ഇസ്ഹാക്കിനെ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ ഇല്ലാത്തടത്ത് നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ, മക്കളെ തരാൻ എനിക്ക് ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവനെ കൊച്ചുമായിട്ട് പോകുന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഈ 2ഉം എബ്രഹാം പ്രാപിച്ചു. ഒന്ന്, പുനരുത്ഥാനത്തിൽ എന്ന പോലെ അവൻ ഇസ്ഹാക്കിനെ മടക്കി പ്രാപിച്ചു. അപ്പൊ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം ആദ്യം കാണുന്ന എബ്രഹാമില്ല പഴയ നിയമത്തില്. 2, അനേകം ജാതികൾ ഇല്ലാത്തടത്ത് നിന്ന് ദൈവം വിളിച്ചു കൂട്ടി വരുത്തുന്നത് പോലെ നമ്മളെ പോലെയുള്ള അനേകം മക്കളെ വിശ്വാസത്താൽ എബ്രഹാമിന് സന്തതികളായി കൊടുത്തു. ഒരു ബഹുജനക്കൂട്ടത്തിന്റെ പിതാവായി അവൻ മാറി. എങ്ങനെയാണ് എബ്രഹാം നമുക്ക് പിതാവായെന്നറിയോ? എബ്രഹാമിന്റെ അതേ വിശ്വാസമാണ് നമ്മുടെയും വിശ്വാസം. ആ വിശ്വാസം, എബ്രഹാമിനെ നീതീകരിച്ച അതേ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. എന്താ വിശ്വാസം അറിയോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിന്മേലുള്ള വിശ്വാസം. എന്താ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? ഒരു ചർച്ച ചെന്നപ്പോൾ അവർ പറയാണ് 2 നില പണിയാൻ പോവാ. അവർ ഇങ്ങനെ ആലോചന പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെയൊന്നും ആവശ്യത്തിന് ആൾക്കാരില്ലല്ലോ, പിന്നെ ഇങ്ങനെ 2 നില എന്ന് പറയാം. അതൊരു വാഗ്ദത്തം ഉണ്ട് ബ്രദറേന്ന്. ഞാൻ പറഞ്ഞു, എത്ര അധ്യായം, എത്ര വാക്യം, എവിടെ? പുള്ളി പറഞ്ഞു, അങ്ങനെയല്ല, കഴിഞ്ഞ ആഴ്ച ഒരു പ്രവാചകൻ വന്നപ്പം തന്ന വാഗ്ദത്തമാണ്. ഞാൻ പറഞ്ഞു, പ്രവാചകൻ വലിയ ചർച്ച ആകാൻ ആഗ്രഹിക്കുന്നത്, കാരണം നിങ്ങൾ പിന്നെ അവരെ വിളിക്കുമല്ലോ, അല്ലേ? ഇത് 4 ചിതറിപ്പോകുന്ന പ്രവാചകൻ പറഞ്ഞ് നിങ്ങൾ പിന്നെ അവരെ അടുപ്പിക്കുമോ? ഇല്ല. അപ്പം നിങ്ങളെ പ്രസാദിപ്പിക്കുക എന്നുള്ള പുള്ളിയുടെ ആവശ്യമാണ്. നിങ്ങൾ ഇതിനിടയിൽ ഇത് പണിയാൻ പോയാൽ കടത്തിന് മേലെ കടമായി നിങ്ങൾ നശിക്കും. ദൈവത്തിന്റെ ഹിതമില്ലാതെ ഒരു പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വെളുപ്പിച്ചുകൊണ്ടേ ആ പണി പോവുള്ളൂ. സാധാരണ ഇതിൽ ആൾക്കാർ പറയാറുണ്ട്, പാസ്റ്ററെ പള്ളി പണിയാണ്. അപ്പം എന്തിനാ ബ്രദറെ? ദൈവം പറഞ്ഞു പള്ളി പണിയാൻ. പൈസ അത് തെണ്ടി മേടിച്ചോളാനാണ് പറഞ്ഞേക്കുന്നത്. ദൈവം അത് തരില്ല, പണിതോളാൻ പറയുള്ളൂ. ഇങ്ങനത്തെ ഒരു ആളാണോ ദൈവം? ദൈവം പണിയാൻ പറഞ്ഞാൽ ദൈവം എന്തും തരും.
പണിയാനുള്ള ആളെയും തരും, കാശും തരും, എല്ലാം തരും. നമ്മളല്ല, ദൈവം പ്രവർത്തിക്കും. അതാണ് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ എബ്രഹാമിന്റെ ലൈഫിൽ ഇത് രണ്ടും കിട്ടി. നമ്മളെയും കിട്ടി, ഇസ്ഹാക്കിനെയും കിട്ടി. ബഹുജാതികൾക്ക് അവൻ പിതാവായി മാറി. അതേ വിശ്വാസമാണ് നമ്മുടേതെന്നാ ബൈബിളിൽ പറയുന്നത്. എന്താ വിശ്വാസം എന്നറിയാമോ? നമുക്ക് റോമാലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യങ്ങൾ വായിക്കാം. വായിച്ചോ. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടി ആകുന്നു. അപ്പൊ എബ്രഹാം എങ്ങനെ നമുക്ക് പിതാവായത്? അവൻ എങ്ങനെയാണോ വിശ്വാസം നീതിയായി കണക്കിട്ടു, അവന് കണക്കിട്ടു എന്ന് പറയുന്നത് അവന് മാത്രമല്ല, അത് നമ്മളെ സംബന്ധിച്ചും കൂടെ ആകുന്നു. അടുത്ത വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, അല്ലാതെ കാറ് വരും വീട് വരും എന്നുള്ളതല്ല. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് തന്നെ. ഇപ്പൊ ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. യേശുക്രിസ്തു തന്നെ എഴുന്നേറ്റ് പോയതാണോ മരണത്തിൽ നിന്ന്, അതോ പിതാവ് അവനെ എഴുന്നേൽപ്പിച്ചതാണോ? പറ. പിതാവ് എഴുന്നേൽപ്പിച്ച. പക്ഷെ യേശുക്രിസ്തുവിന് തന്നെ എഴുന്നേക്കാൻ പറ്റുമായിരുന്നു, അല്ലേ? കർത്താവ് പറഞ്ഞില്ലേ, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും. ആര് പണിയെന്നാ പറഞ്ഞേ? കർത്താവ് പണിയെന്നാ പറഞ്ഞേ, അല്ലേ? അതുപോലെ കർത്താവ് പറഞ്ഞു, എൻ്റെ ജീവൻ വെക്കാനും എടുക്കാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? കർത്താവിന് തന്നെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. അതിന് പകരം എന്ത് ചെയ്തു? പിതാവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച് നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപയാചനയും കഴിച്ച് പറഞ്ഞു, കർത്താവേ, പിതാവേ, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. അലറിക്കരഞ്ഞു. എന്തിനു വേണ്ടിയാ? കർത്താവ് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ പോയാൽ മതിയായിരുന്നു. പക്ഷെ അവൻ എൻ്റെ പുരോഹിതനായിട്ടാണ് മരിക്കുന്നത്. അപ്പൊ കർത്താവ് മരിക്കുമ്പോൾ ഒരു യാഗമാണ് പിതാവിൻ്റെ മുമ്പിൽ. പിതാവിനോട് പറയാ, ഈ യാഗം നീ സ്വീകരിക്കണം, എന്നെ എഴുന്നേൽപ്പിക്കണം. അപ്പൊ പിതാവ് നോക്കുമ്പോൾ ആരൊക്കെ ഉണ്ട് ഈ യാഗത്തിനകത്ത്? ഒരു കാരണവശാലും സ്വർഗത്തിൽ കയറ്റാൻ കൊള്ളാത്ത കുറെ വൃത്തികെട്ട മനുഷ്യര്. അവരെയും കൊണ്ടാ കർത്താവ് നിലവിളിക്കുന്ന, എന്നെ അങ്ങ് കയറ്റണേന്ന്. പിതാവ് ഒന്ന് ആലോചിച്ച് നോക്കിയ സംഭവം. അപ്പൊ പിതാവിനോട് പറയാം, നീ എന്നെ എഴുന്നേൽപ്പിക്കണം, ഞാൻ ഇത്രയും പേർക്ക് വേണ്ടിയാണ് മരിച്ചിരിക്കുന്നത്, ഇതിനകത്ത് ചെയ്സ് ഉണ്ട്. ഒയ്യോ, ചെയ്സ് ഇവനും ഉണ്ട്, ഇവനെല്ലാം സ്വർഗത്തിൽ കയറ്റണം. അപ്പൊ കർത്താവ് എനിക്ക് വേണ്ടി കഴിച്ച യാഗം പിതാവ് അംഗീകരിച്ചാൽ നമ്മളെല്ലാവരും അകത്താം. ശരിയല്ലേ? അപ്പൊ ഏലിയാവിന്റെ യാഗം പിതാവ് ദൈവം തീ അയച്ച് അംഗീകരിച്ച പോലെ ക്രിസ്തു നമുക്കായി കഴിച്ച യാഗം പിതാവ് അവനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് അംഗീകരിക്കുന്നത്. അപ്പൊ അവൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? പിതാവ് നമ്മളെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം. സമ്മതിച്ചോ? മനസ്സിലായോ? നമുക്ക് വേണ്ടി കർത്താവ് കഴിച്ച യാഗം പാസ്സായി. പിതാവ് അതിനകത്ത് സൈനിട്ടു, നമ്മുടെ നീതീകരണത്തിനായി. ഇപ്പൊ പിതാവ് പറഞ്ഞു, ആർക്കൊക്കെ വേണ്ടി ഈ പുത്രൻ മരിച്ചോ അവരെല്ലാം ഞാൻ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം അവന്റെ രക്തം ഇവരുടെ പാപങ്ങളെ കഴുകി മാറ്റിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ പിതാവ് നീതീകരിക്കുന്ന ആരെയാണ്? പുത്രന്റെ മരണത്തിലൂടെ അപ്പുറത്ത് ചാടിയവരെ. അവരെ ദൈവം ഡിക്ലെയർ ചെയ്യാണ് ഇവൻ അതുകൊണ്ട് അവൻ നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരിച്ചും. റോമാലേഖനം 10:11 വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, 10-ാം വാക്യം 10:10 എഴുതിയിട്ടുണ്ട്, അവൻ നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. ഹൃദയം കൊണ്ട് എന്താ വിശ്വസിക്കേണ്ടേ? പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന എന്തിനു വേണ്ടിയാ? നീതിക്കായി. കാരണം നമ്മളെ എഴുന്നേൽപ്പിക്കുമ്പോൾ, ക്രിസ്തുവിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അവൻ നമുക്ക് വേണ്ടിയാണ് ആ യാഗം കഴിച്ചത്. മനസ്സിലായോ? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുണ്ടോ? അപ്പൊ നമുക്ക് ആദ്യം വേണ്ട ഉറപ്പ് എന്താണെന്നറിയോ? ഈ കർത്താവ് എന്ന മഹാപുരോഹിതൻ എനിക്ക് അവിടെ ഉണ്ടെന്നാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നമുക്ക് അവന്റെ ദേഹം എന്ന തിരശ്ശീല കീറി നമുക്ക് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കിടക്കാം. പക്ഷെ കൃപാസനത്തിലോട്ട് കിടന്നിട്ട് നമ്മൾ പറയുന്നത് എന്നാന്നറിയോ? വീട്, കാറ്, പൈസ. അതാണ് ഈ പ്രശ്നം. അവിടെ അതിമഹത്തായ സ്വർഗീയ ധനങ്ങൾ അടുക്കിയടുക്കി വെച്ചിരിക്കുക. ക്രിസ്തുവിന്റെ ധനം മൊത്തം മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് മുഴുവൻ സമ്പത്തും ഈ മനുഷ്യൻ്റെതാണ്. അവിടെ ഏത് സമയത്തും കടന്നു ചെല്ലാനുള്ള ആക്സസ്.
ഈ ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന 2 ഉറപ്പുകളുണ്ട്. എന്തൊക്കെയാണ് ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന 2 ഉറപ്പുകൾ? 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് മഹാപുരോഹിതനും ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് യാഗം കഴിക്കുന്നു, മറ്റൊന്ന് മധ്യസ്ഥത അപേക്ഷിക്കുന്നു, ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കും. ഇത് 2 പുരോഹിതന്മാർ എപ്പോഴും ചെയ്യുന്നത്. ശരിയാണോ? ഓക്കെ. ക്രിസ്തുവിന്റെ യാഗത്തെ ഒരു നിമിഷം ഓർത്ത് നോക്കിയേ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചേ. മഹാപുരോഹിതൻ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് തളിക്കുവാനായി കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അടുത്ത വാക്യം എന്താ? അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് വെളിയിൽ വെച്ച് കഷ്ണം സഹിച്ചു. അപ്പൊ ഒരു കാര്യം നമ്മൾ ആ പിക്ചർ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മഹാപുരോഹിതൻ യാഗമർപ്പിക്കാൻ വേണ്ടി രക്തവുമായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് ആ മൃഗം എന്ത് ചെയ്യുന്നു? മൃഗത്തിന്റെ ശരീരം വെളിയിൽ ചുട്ടുകളയുന്നു. അപ്പൊ ശരീരം ഒരിടത്ത്, രക്തം അർപ്പിക്കുന്ന വേറൊരിടത്ത്. അങ്ങനെയല്ലേ? അല്ലേ? ഒന്ന് പാളയത്തിന് പുറത്തും മറ്റൊന്ന് ആലയത്തിലുമാണ്. അടുത്ത വാക്യത്തിൽ പറയാണ് യേശു ക്രിസ്തു തന്റെ രക്തത്താൽ നമ്മളെ രക്ഷിക്കേണ്ടതിന് എന്ത് ചെയ്തു? നഗരവാതിലിന് വെളിയിൽ വെച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പൊ ആ മൃഗത്തെ പോലെ കർത്താവ് എന്ത് ചെയ്തു? പാളയത്തിന് പുറത്ത് നഗരവാതിലിന് വെളിയിൽ അവന്റെ ശരീരം തകർക്കപ്പെട്ടു. അപ്പൊ രക്തം എവിടെ അർപ്പിച്ചത്? വേറൊരു സ്ഥലത്ത്. അല്ലേ? അതെവിടെയാ? 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചേ. 9-ന്റെ 11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കാത്ത, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെ പശുകിടാങ്ങളുടെ രക്തത്താലല്ല, തന്റെ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇതാണ് മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത്. ഒറ്റ യാഗമാണ്. അതെവിടെ അർപ്പിച്ചെന്നറിയോ? നിത്യമായൊരു കൂടാരത്തിൽ. ഈ നിത്യമായ കൂടാരത്തിൽ അത് അർപ്പിച്ചാലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ എപ്പോൾ നോക്കിയാൽ അവിടെ ടൈം ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഈ രക്തം നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഗുണകരമായിട്ട്. നമ്മുടെ ടൈമില്ല, അത് എറ്റേണലിയാണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദുർമനസാക്ഷിയുടെ ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ കൃപാസനത്തിലൂടെ എന്നാൽ മതി. കർത്താവേ ഞാൻ പോക്കാണല്ലോ. അവിടെ നമുക്ക് വാഷിങ് എപ്പോഴും ഉണ്ട്. ആ വാഷിങ് ഒരിക്കലും ഇല്ലാതെ പോകുന്നില്ല. അയ്യോ ഞാൻ പോയെന്ന് ആരും ചിന്തിക്കേണ്ട. ഏത് സമയത്തും തിരിച്ച് കർത്താവിൻ്റെ അടുത്തോട്ടിയല്ല. ഇതാണ് മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം. നിത്യതയിൽ അർപ്പിക്കപ്പെട്ട പൗരോഹിത്യമാണ്. എറ്റേണലാണ്. ഒരിക്കലും അതിന് മാറ്റം. ഇതാണ് നമ്മൾ ഒരു പ്രത്യാശയുടെ ബലം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്നറിയാമോ? താൻ മുഖാന്തരമായി, താൻ എന്നേക്കും ജീവിക്കുന്നവനാകയാൽ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവരെ വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ എന്നേക്കും ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവൻ ശക്തനാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാലാണ് ദൈവം പെട്ടെന്ന് കേൾക്കുന്നത്. എല്ലാം കണക്കാ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ പ്രാർത്ഥന കേൾക്കുള്ളൂ. പ്രത്യേകിച്ച് അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. എന്നാൽ പെന്തക്കോസ്തുകാർക്കും കത്തോലിക്കർക്കും തമ്മിൽ ഒരു വലിയൊരു സാമ്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെന്തക്കോസ്തുകാർ കത്തോലിക്കർ ഡയറക്റ്റ് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലുകയല്ല. അവർ പുണ്യാളന്മാർ വഴിയേ ചെല്ലുള്ളൂ. ശരിയല്ലേ? അന്തോണിസ് പുണ്യാളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിച്ചുപോയ അന്തോണിസ് പുണ്യാളനാണ് അപേക്ഷിക്കുന്നതേ ഉള്ളൂ. പെന്തക്കോസ്തുകാർ എന്നറിയാം, തങ്ക് ബ്രദറെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥന. ആ പുള്ളി പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് കേൾക്കും, ഞാൻ പ്രാർത്ഥിച്ച കേൾക്കില്ല. ഇങ്ങനൊരു വിശ്വാസം ഇവർക്കെല്ലാം ഉള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടത്? അപ്പൊ ആരാ മധ്യസ്ഥൻ? ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഒന്നും നടക്കുന്നില്ല. അവസാനം തങ്കുബ്രദർ എന്ന് പറഞ്ഞപ്പോൾ തങ്കുബ്രദർ പ്രാർത്ഥിച്ച് നടന്നു. അപ്പൊ ആരാ കുറച്ചുകൂടെ വർക്കിംഗ് മധ്യസ്ഥൻ? അവര് മരിച്ചുപോയ അന്തോണീസ് പുണ്യാളനൊക്കെ 10 രൂപ സ്വോത്രാഴ്ചിട്ടാൽ അവരതുപോലും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവരങ്ങനല്ല. ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥന്മാർ അവരെന്ത് കൊടുത്താലും മതിയാകാത്തവരാണ്. അപകടകാരികളാണ്. ഞാനിത് പറയാൻ വരുന്നത് എന്തെന്നറിയോ? ഇവിടുത്തെ പ്രശ്നം ഈ മധ്യസ്ഥനായ ഒരു യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എല്ലാ മതങ്ങളും തട്ടിപ്പാണ്. യാക്കോബ, കത്തോലിക്ക ഉൾപ്പെടെ സകലതും. കാരണം എന്താണെന്നറിയോ? യാക്കോബക്കാര് ഈ മൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തിലോട്ട് നോക്കിപ്പിക്കുകയില്ല. നോക്കിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം രക്ഷപ്പെടും, സ്വാതന്ത്ര്യം പ്രാപിക്കും. അതുകൊണ്ട് അവര് അഹറോന്റെ പൗരോഹിത്യത്തിലോട്ട് നോക്കിപ്പിക്കുകയുള്ളൂ. അവർ പറയും, ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹറോൻ മോശയോട് ഒന്നിച്ച് സ്കറിയായ്ക്ക് അത് നൽകി. മോശ സ്കറിയ ആ പൗരോഹിത്യം യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ ആ പൗരോഹിത്യം കർത്താവിന് കൊടുത്തു. കർത്താവ് അത് ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാർ നമുക്കെല്ലാം ഇവിടുത്തെ അച്ഛന്മാർക്ക് കൊടുത്തു. ഒന്നാലോചിക്കുക, മൽക്കിസദേക്ക് എവിടെ കിടക്കുന്നു? ഏക യാഗം എവിടെ കിടക്കുന്നു? അവിടെ നോക്കിയാൽ നമുക്ക് പ്രത്യാശ ഉണ്ടാകുമായിരുന്നു. ഇവിടെ നോക്കിയാൽ ഒരു പ്രത്യാശ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ അവസാനം മരിക്കാൻ നേരത്തെ ഒടുക്കത്തെ ഒപ്രൂഷ്മ കഴിച്ചിട്ട് മരിച്ചാലും ഈ
അച്ഛൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇയാൾ എത്ര പൈസയും കൊണ്ട് പോയി എന്നറിയാൻ മേലാത്തതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ പ്രായമായ അപ്പച്ചന്മാർക്ക്. ആ ഒരു ടെൻഷൻ മാത്രം മതി നരകത്തിൽ പോകാൻ. അപ്പോൾ ഒരു പാപം അവശേഷിക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും നാളത്തെ ഒപ്രൂഷ്മ കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ അപ്പം മരിച്ചു കഴിയുമ്പോൾ 9-ാം ദിവസം അച്ഛൻ വന്നൊരു കുർബാനകൾ നടത്തും. അപ്പം തീർന്നല്ലേ, ഇനി പാപം ചെയ്യാൻ ആൾ ജീവിച്ചിരിപ്പില്ലല്ലോ. പക്ഷേ തീർന്നിട്ടില്ല. 40-ാം ദിവസം അച്ഛൻ പിന്നെയും വരും. പക്ഷേ തീർന്നിട്ടില്ല. വർഷം പിന്നെയും വരും. 50 വർഷം കുർബാന ചൊല്ലിയാൽ ഇയാൾ അകത്താണോ പുറത്താണോ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇതിലേതെങ്കിലും ഒരു കുർബാന അവിടെ അംഗീകരിച്ചോ? ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ അഹരോന്യ പൗരോഹിത്യത്താൽ പാപം ഒരിക്കലും പോകുന്നില്ല. അതിങ്ങനെ മെഴുകി കിടക്കുകയുള്ളൂ, ഒരിക്കലും നീങ്ങുന്നില്ല. മനസ്സിലായോ? ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പിന്നെ ഈ യാഗം കഴിക്കണം. ഇത് കഴിച്ച് ഒരു ഗതിയില്ലാതെ ഒരു ഉറപ്പും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഒരു നിമിഷം മൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തിലോട്ട് നോക്കിയേ, അതെന്നെന്നും നമുക്കായി ഗുണകരമായി സംസാരിക്കുന്നു. ആരുടെയും ചെലവില്ലാതെ, മധ്യസ്ഥതയില്ലാതെ, പൗരോഹിത്യമില്ലാതെ നമ്മളെല്ലാം ഒരേ സഹോദരന്മാരെ പോലെ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലൂടെ പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് ധൈര്യമായി പ്രവേശിക്കുന്നു. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതാണ് വ്യത്യാസം. സാധാരണ നിങ്ങൾ വെളിയിൽ കാണുന്ന പെന്തക്കോസ്ത് ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അതായത് വി ഹാവ് വൺ മീഡിയേറ്റർ ആൻഡ് ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ആ മീഡിയേറ്റർ വഴി മാത്രമേ ദൈവത്തിന്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഏകയാഗത്താൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ആ ഏകയാഗത്താൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ഒരു പ്രയോജനമുണ്ട്. എന്താണെന്നറിയോ? അവർക്ക് ഗ്യാരണ്ടിയാണ്. കാരണം ആ യാഗം എനിക്കൂടെ വേണ്ടി ആയിരുന്നു. അതുകൊണ്ട് അതിന് മാറ്റം വരുന്നില്ല. അത് എന്നേക്കുമായി നമ്മളോട് സംസാരിക്കുന്നത് കൊണ്ട് ഇനി ഒരു മതം ആവശ്യമില്ല, ഇനി വിശ്വാസം മാത്രം മതി. എത്ര പേർക്ക് മനസ്സിലായത്? മനസ്സിലായോ? അപ്പം കാത്തലിക് ചർച്ചും യാക്കോബ ചർച്ചും ചെയ്യുന്ന ഏറ്റവും വലിയ കൊടിയ ദുഷ്ടത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കന്യാമറിയോട് പ്രാർത്ഥിക്കുന്നൊന്നുമല്ല, അതല്ല ഈ കുർബാനയാണ്. വീണ്ടുമുള്ള ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ, ഒരിക്കലും പാപം പരിഹരിക്കാത്ത അതേ യാഗങ്ങൾ. ഈ ലേവ്യ പൗരോഹിത്യം നീങ്ങിപ്പോകാതെ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം പറയുന്നത് എന്നറിയോ? ലേവി എബ്രഹാമിന്റെ കടിപ്രദേശത്ത് ഇരുന്നുകൊണ്ട് മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു. ലേവി ആരാണ് വലുത്? മൽക്കിസദേക്കാണ്. അവൻ ആദ്യവും അന്തവും ഇല്ലാത്ത ദൈവത്തിന്റെ പുരോഹിതൻ. ഓക്കെ, യേശു ക്രിസ്തു ആ ഓർഡർ പ്രകാരം ആദ്യവും അവസാനവും ഇല്ലാത്തൊരു പുരോഹിതനായി എന്നേക്കും നമുക്കായി ജീവിക്കുമ്പോൾ, ആ കൃപാസനം തുറന്നു കിടക്കുമ്പോൾ, ഇവിടെ ഒരു പ്രയോജനമില്ലാത്ത മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകള്, കൂദാശകള്, മനുഷ്യനിർമ്മിതമായ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കൃപയെ അഗണ്യമാക്കി കളയുന്ന വലിയൊരു വിഭാഗം നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സത്യത്തിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം. അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല, അല്ലേ? സ്വാതന്ത്ര്യം, സത്യം നമ്മളെ സ്വതന്ത്രരാക്കണം. ആ സത്യത്തിന് നമ്മളെ സ്വതന്ത്രരാക്കാനുള്ള ശക്തിയുണ്ട്. അത് നമ്മൾ അനുഭവിക്കണം. വി ആർ ഫ്രീ, വി ആർ നോട്ട് അണ്ടർ ദ യോക്ക് ഓഫ് എനിവൺ. ഓക്കെ, ക്രിസ്തുവിൽ സ്വതന്ത്രരായവർ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രക്ഷയുടെ വാഗ്ദത്തങ്ങളെ ഉറച്ചു വിശ്വസിച്ചാൽ ആ വിശ്വാസം നമുക്ക് എബ്രഹാമിന് ഫലിച്ചതുപോലെ നമുക്ക് ദീർഘകാലം നമ്മുടെ ലൈഫ് നോക്കുമ്പോൾ നമ്മളെല്ലാവരും അനുസരണമുള്ളവരായി വെളിപ്പെട്ടു വരും. അത് എബ്രഹാം അറിഞ്ഞുകൊണ്ടല്ല, അവൻ്റെ ഉള്ളിൽ ആ വിശ്വാസം പ്രവൃത്തിയായി അനുസരണമായി മാറിയതാണ്. കാരണം ഇന്ന് പുതിയ നിയമത്തിൽ ക്രിസ്തു നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത് എന്നുള്ളതാണ്. അവൻ തീർച്ചയായിട്ടും അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിൽ സാധിപ്പിക്കാതെ പോവുകയില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ നാമത്തിൽ നിന്ന് മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഓ ലോർഡ്, വി ഗ്ലോറിഫൈ യു. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് എന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഉറച്ചു നിന്ന് കർത്താവെ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ നല്ല സ്വീകാരം മുറുകെ പിടിച്ച് കർത്താവെ അങ്ങയിലേക്ക് തന്നെ നോക്കുവാൻ, അങ്ങയെ തന്നെ ഉയർത്തുവാൻ, ഏക മധ്യസ്ഥനിലൂടെ പിതാവിന്റെ ആ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ആ ദേവാലയത്തിലൊരു മഹാപുരോഹിതൻ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ രക്ഷയ്ക്കായി നന്ദി പറയുന്നു. അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സകല മഹത്വവും അങ്ങേക്ക് കരയേറ്റുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.